തപോവൃദ്ധന്മാർ, ശീലവൃദ്ധന്മാർ. 4 തരം വൃദ്ധന്മാരെയാണ് ശാസ്ത്രം പ്രത്യേകം എടുത്ത് പറയുന്നത്. ഒന്ന് വയോവൃദ്ധന്മാർ, വയസ്സുകൊണ്ട് പ്രായം കൊണ്ട് വൃദ്ധത്വത്തെ പ്രാപിച്ചവർ. അവർ വലിയ സമ്പന്നരാണ്. എന്താ സമ്പത്ത്? ദീർഘമായ ജീവിതത്തിലെ അനുഭവ സമ്പത്ത്. ഇന്നതാണ് ലോക ജീവിതം. അതിൻ്റെ പൊയ്മുഖങ്ങൾ ഇന്നതൊക്കെയാണ്. അതിൻ്റെ പാരമാർത്ഥിക ഭാവങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിൻ്റെ കപടബന്ധങ്ങൾക്കെല്ലാം ഉപരി ഉയരാനുള്ള അനുഭവ സമ്പത്ത്, അതാണ് വയോവൃദ്ധന്മാർക്കുള്ളത്. അതുപോലെ പ്രായോഗിക ജീവിതത്തിൽ ഏത് മേഖലയിലായാലും വരും തലമുറയ്ക്ക് മാർഗം കാണിക്കാനുള്ള അനുഭവ സമ്പത്ത്, അത് വലിയ സമ്പന്നതയാണ്. പിന്നെ ജ്ഞാനവൃദ്ധന്മാർക്ക് വർദ്ധിതമായ ജ്ഞാനമുള്ളവരാണ് ജ്ഞാനവൃദ്ധന്മാർ. അവിടെ പ്രായം നോക്കാറില്ല. കൊച്ചു കുഞ്ഞായിരിക്കാം ചിലപ്പോൾ കൊച്ചു കുഞ്ഞാണെങ്കിലും നമ്മളവരെ വൃദ്ധൻ എന്നാണ് പറയുക, ജ്ഞാനവൃദ്ധൻ. ഇനി വർദ്ധിതമായ തപസ്സിന്റെ വീര്യമുള്ളവർ തപോവൃദ്ധന്മാരാണ്. സുശീലത്താൽ ലോകത്തിന് മാതൃക കാണിക്കുന്നവർ ശീലവൃദ്ധന്മാരാണ്. ഇതിലേത് വൃദ്ധനായാലും വൃദ്ധരെ പൂജിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരമാണ്. വൃദ്ധരെ ഉപാസിക്കുക എന്നുള്ളത്. വൃദ്ധർ മാത്രമല്ല, ഈ പറഞ്ഞ 4 തരം വൃദ്ധന്മാരെയും പൂജിക്കുക, ആദരിക്കുക. ആ വൃദ്ധന്മാരുടെ അടുത്ത് പോകുക. അവരിൽ നിന്ന് എന്താ നേടാനുള്ളത് വെച്ചാൽ നേടുക. അതിലൂടെയാണ് ശരിയായ ജ്ഞാനം ഉദിക്കുന്നത്. ചാണക്യൻ ഒരു സൂത്രത്തിൽ പറയുന്നുണ്ട്, വിജ്ഞാനം വൃദ്ധോപസേവയാ. വൃദ്ധോപസേവയാ വിജ്ഞാനം. വൃദ്ധന്മാരെ സേവിക്കുന്നതിലൂടെ വിജ്ഞാനം ഉണ്ടാക്കുന്നു. അതെങ്ങനെയെന്ന് ചിലർ ചോദിക്കും. ഈ 4 തരം വൃദ്ധന്മാരേക്ക് നമ്മൾ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ അനുഭവ സമ്പത്തും ജ്ഞാനവും തപോമഹിമയും എല്ലാം നമുക്ക് പകർന്നു നൽകപ്പെടും. അങ്ങനെ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് അറിവിനെ, അനുഭവ സമ്പത്തിനെ, തപോബലത്തെ, സുശീലങ്ങളെ പകർന്നു നൽകുന്നത് വൃദ്ധന്മാരാണ്. അതുകൊണ്ട് വൃദ്ധത്വം എന്നുള്ളത് ഏറ്റവും ധന്യമായൊരവസ്ഥയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. സന്തോഷമായിട്ട് ജീവിക്കാം പോരാ, സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ സന്തോഷം വേണം, പോകുമ്പോൾ സന്തോഷം വേണം. സന്തോഷമായിട്ട് പോവാം. ഇരിക്കുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിൽ പോകുമ്പോൾ സന്തോഷം ഉണ്ടാവും. അല്ലാണ്ട് പോകുമ്പോൾ സന്തോഷം ഉണ്ടാവണേന്ന് പറഞ്ഞാൽ സാധിക്കില്ല. അതുകൊണ്ട് ഇരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവാൻ എന്താ വേണ്ടത്? ഇരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവാൻ ഇരുന്നാൽ മതി, വേറൊന്നും വേണ്ട. പറയുന്ന അർത്ഥം എത്ര പേര് മനസ്സിലാക്കിയെന്ന് അറിയില്ല. ഒരു ശിഷ്യൻ ഗുരുനാഥൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഗുരുനാഥ, അങ്ങ് കൃപ ഉണ്ടായിട്ട് എന്നെ പഠിപ്പിക്കാമോ, എനിക്ക് ഉപദേശം തരാമോ എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു, ഇരിക്കാൻ അറിയോ, ഇരുന്നാൽ ഉപദേശിക്കാം. ശിഷ്യൻ ഉടനെ ചമ്രം പടിഞ്ഞ് നല്ല അർദ്ധപത്മാസനത്തിൽ അങ്ങോട്ട് ഇരുന്നു. ശിഷ്യൻ വിചാരിച്ചു, ഞാൻ ഇരുന്നല്ലോ. ഗുരുനാഥൻ മിണ്ടുന്നില്ല. അപ്പോൾ ഗുരുനാഥൻ എന്താ പറഞ്ഞേ? ഇരുന്നാൽ ഉപദേശിക്കാമെന്ന്. ഞാനിപ്പോൾ ഇരുന്നിട്ട് നേരത്തെയായി. ഇതെന്തൊരു ഗുരുവാണത്? ഇതൊരു കള്ള ഗുരുവാന്ന് തോന്നുന്നു.
അല്ലേ? കാരണം ഇരുന്നാ ഉപദേശിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്നിട്ട് അരമണിക്കൂർ 3/4 മണിക്കൂറായി, ഇതുവരെ ഗുരുനാഥൻ ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല. അവിടെ ഗുരുനാഥൻ ഇരിക്കുക, ഇരുന്നാൽ ഉപദേശിക്കാന്ന് പറഞ്ഞത് ഈ ഇരുത്തം എന്താന്ന് നമ്മൾ ആദ്യം ആലോചിക്കുക. അത് ശരീരം കൊണ്ടുള്ള ഇരുത്തമല്ല, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും, അതായത് ബാഹ്യകരണങ്ങളുടെയും അന്തഃകരണങ്ങളുടെയും ഇരുത്തമാണ്. അത് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. ഇരുന്നാൽ സന്തോഷം ഉണ്ടാവും, ഒരു സംശയവുമില്ല. ഇരുന്നാൽ സുഖം ഉണ്ടാവും. നമ്മൾ ഈ നട്ടോട്ട് ഓടണോണ്ടാണ് സുഖമില്ല. ഇവിടെ ഏറ്റവും വലിയ നേരം പോക്ക്. എന്തിനാ നമ്മൾ നട്ടോട്ട് ഓടുന്നത്? എന്തിനാ? എന്താ നിങ്ങളുടെ അഭിപ്രായം? സുഖം ഉണ്ടാവാനല്ലേ? ഫലം ഉണ്ടാക്കാനാണ്, സുഖം ഉണ്ടാവാനാണ് നട്ടോട്ട് ഓടുന്നത്. നട്ടോട്ട് ഓടുന്നവർക്ക് ആർക്കെങ്കിലും സുഖമുണ്ടോ? ഇരുന്നവർക്കേ സുഖമുള്ളൂ. അപ്പോൾ ഓട്ടം വേണ്ടേന്ന് ചോദിച്ചാൽ ഇരിക്കുന്നവരെ ഓടണമെന്നാണ് ഞാൻ പറയാം. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഓട്ടം നിന്നു. അത് ഇരുന്നാൽ സുഖമായി, യാതൊരു സംശയമില്ല. ഇവിടെയാണ് സുഖം തേടി ഓടുന്നത് മാറി ഒന്നിരുന്നാൽ സുഖമായി. അങ്ങനെ സുഖമായിട്ടിരിക്കുക, എന്നാൽ സുഖമായിട്ട് പോവാം, സന്തോഷമായിട്ട് പോവാം. ഇരിക്കുമ്പോൾ സന്തോഷം, പോകുമ്പോൾ സന്തോഷം. ഇതാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. ഇരിക്കുമ്പോൾ സുഖമുള്ള ആൾ ചുറ്റുപാട് സുഖത്തിൻ്റെ തരംഗം പ്രസരിപ്പിക്കും. ആരുടെ ഉള്ള അസ്വസ്ഥമാണോ കലുഷിതമാണോ അയാളുടെ ചുറ്റും അസ്വസ്ഥതയുടെ തരംഗം ഉണ്ടാവും. അയാളിൽ നിന്ന് നല്ല വാക്ക് പുറത്തു വരില്ല, അയാളിൽ നിന്ന് നല്ല പ്രവൃത്തി ഉണ്ടാവില്ല. കാരണം ബാഹ്യ പ്രവൃത്തികളും വാക്കുമെല്ലാം മനസ്സിൻ്റെ സന്തതികളാണ്. മനോഹ്യാത്മാ വാഗ്ജായ എന്ന് പറയാറുണ്ട്. മനസ്സ് ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജായയാണ് വാക്ക് എന്ന് ഉപനിഷത്തിൽ മന്ത്രമുണ്ട്. മനോഹ്യാത്മാ വാഗ്ജായ. ജായ എന്ന് പറഞ്ഞാരാ? ഭാര്യ. അത് ചോദ്യ. ഇംഗ്ലീഷ് എല്ലാത്തിനും വൈഫ് എന്നാവും. വൈഫ്. ജായ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വൈഫ് എന്നാണ്. അതിന് മലയാളത്തിൽ പറയണമെങ്കിൽ ജായ എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ പറയേണ്ടത്? സന്താനത്തെ ജനിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം. സന്താനത്തെ ജനിപ്പിക്കുന്നവളാണ് ജായ. ഇംഗ്ലീഷിലൊക്കെ തന്നെ ഒരു വാക്കുകളുള്ളൂ. ഭാര്യ എന്ന് പറഞ്ഞാലും പത്നി എന്ന് പറഞ്ഞാലും സഹധർമ്മിണി എന്ന് പറഞ്ഞാലും ജായ എന്ന് പറഞ്ഞാലും ഒക്കെ ഒരർത്ഥമാണ്. ഇംഗ്ലീഷിൽ ഒരു വാക്കുകൾ. നമ്മൾ സമ്പന്നന്മാരാണ്, നമ്മൾ ദരിദ്രരല്ല. നമുക്ക് ഓരോന്നിനും ഓരോ വാക്കുകൾ. അപ്പോൾ തനിക്കായിക്കൊണ്ട് സന്താനത്തെ ജനിപ്പിക്കുന്നവളാണ് ജായ. അപ്പോൾ മനസ്സൊരാളാണെങ്കിൽ അയാളുടെ ജായയാണ് വാക്ക്. അപ്പോൾ മനസ്സാണ് വാക്കിലൂടെ പ്രകാശിക്കുന്നത്. അതുപോലെ എല്ലാ പ്രവൃത്തികളിലും ഇപ്പോൾ നമ്മളൊക്കെ കൊച്ചു കുട്ടികളാവുന്ന സമയത്ത് നമ്മളോട് അമ്മ എന്തെങ്കിലും പണി ചെയ്യാൻ പറഞ്ഞു, അച്ഛൻ എന്തെങ്കിലും പണി ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ നമ്മളൊക്കെ കുറച്ച് കൂട്ടാൻ, എനിക്ക് മനസ്സില്ല എന്നാ പറഞ്ഞിട്ടുണ്ടാവും. കൈയില്ലാന്നോ കാലില്ലാന്നോ അല്ല, അമ്മ പറഞ്ഞത് കൈകൊണ്ട് എടുക്കാനാ, അല്ലെങ്കിൽ അവിടേക്ക് പോവാനാ. പോവാൻ വെച്ചാൽ കാലുകൊണ്ടാ പോകേണ്ടത്. പക്ഷെ മറുപടി എനിക്ക് കാലില്ല എന്നല്ല, എനിക്ക് കൈയില്ല എന്നല്ല, പിന്നെയോ എനിക്ക് മനസ്സില്ല എന്നോ. കാരണം എല്ലാ പ്രവൃത്തികളും മനസ്സിൻ്റെ ബാഹ്യസ്പന്ദനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ സുഖത്തിനും ശാന്തിക്കും വേണ്ടത് മനസ്സിനെ ഇരുത്തുക. അതിനെല്ലാവരും വേണ്ടോണം പരിശ്രമിക്കുക എന്ന് മാത്രമേ ഇപ്പോൾ പറയണുള്ളൂ. നമ്മളിലൊക്കെ അപാരമായ അനുഭവ സമ്പത്തുണ്ട്. ഇപ്പോഴും നമുക്കത് സമാജത്തിൻ്റെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും സമ്പന്നന്മാരാണെന്നുള്ള അഭിമാനത്തോടു കൂടി കഴിയണം. അതാണ് പറയാനുള്ളത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ പറയാം. പ്രഭാഷണത്തിലേക്കൊന്നും കിടക്കുന്നില്ല. തീർത്തും നമുക്ക് അനൗപചാരികമായിട്ട് ഒത്തുകൂടി സ്നേഹപൂർവ്വം സംസാരിക്കാൻ കുറച്ച് നേരം.
എന്തുണ്ടെങ്കിലും ചോദിക്കാം, ഇന്നതേ ചോദിക്കാവൂന്നൊന്നുമില്ല. എന്തും ചോദിക്കാം, എന്തിനും മറുപടി ഇല്ല കേട്ടോ. അറിയുന്നതാണെങ്കിലേ മറുപടി കുറേ ചോദ്യം ഉണ്ടാവും. സ്വാമീനെ കാണുമ്പോൾ എല്ലാം പറഞ്ഞു എഴുതി വെക്കണം എന്നായിരിക്കും, ഓർമ്മ വരുമ്പോൾ എഴുതി വെക്കുന്നില്ല. ആരോട് പറഞ്ഞു? എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് മുഖാമുഖം നോക്കി ഇരിക്കാം. ശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം ഭാരതീയരായി ജനിച്ചു വളർന്ന നമ്മൾ ഒന്നുകൂടി പറയാം. ശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം ഭാരതീയരായി ജനിച്ചു വളർന്ന നമ്മൾ ഹിന്ദുക്കൾ ഭാരതാംബ ഒരു രണ്ടാനമ്മ ദൃഷ്ടിയിലൂടെ കാണുന്നു എന്ന തോന്നൽ ഇപ്പോൾ നമ്മളിൽ ഉളവായിട്ടുണ്ട്. ഇതിന് കാരണം നമ്മുടെ പൂർവജന്മ കർമ്മമാണോ? ഈ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും മാറ്റം വന്നേ മതിയാവും. രണ്ടാനമ്മ ചിറ്റമ്മ എന്നൊക്കെ പറയണ പരിപാടിയുണ്ട്. ഭാരത മഹിമ വേദ പുരാണ പ്രസിദ്ധമാണ്. വേദ പുരാണ പ്രസിദ്ധമാണ് ഭാരത മഹിമ. വേദത്തിൽ തന്നെ ഈ ഭൂമാതാവിൻ്റെ പുത്രനാണ് ഞാൻ എന്ന് സ്വാഭിമാനം പറയുന്ന മന്ത്രഭാഗങ്ങൾ നമുക്ക് കാണാം. അതിൻ്റെ അനുവാദം എന്നോണം പുരാണങ്ങളിൽ അനേക സന്ദർഭങ്ങളിൽ, ഒരു സന്ദർഭത്തിലല്ല അനേക സന്ദർഭങ്ങളിൽ ഭാരത മഹിമ കീർത്തിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനേറെ ഗായന്തി ദേവാ കില ഗീതകാരി ധന്യാസ്തുതേ ഭാരത ഭൂവിഭാഗേ സ്വർഗാപവർഗാസ്പദ മാർഗഭൂമൗ ഭവന്തി ഭൂയ പുരുഷസുരത്വാ എന്ന് നമുക്ക് വിഷ്ണു പുരാണത്തിൽ പഠിക്കാം. അർത്ഥം ദേവാഹ കില ഗീതകാനി ഗായന്തി, ദേവന്മാര് പാട്ടുകൾ പാടുന്നു. ഇപ്പൊ സാധാരണ നമ്മൾ ദേവന്മാരെ പാടി പുകഴ്ത്തിന്ന് വരും. ഇതല്ല പറയുന്നത്, ദേവന്മാര് പാട്ടുകൾ പാടുക. എന്താ പാടുന്നേ? ധന്യാസ്തുതേ, അവര് ധന്യന്മാരാണ്. ആര്? ഭാരതഭൂമിഭാഗേ ഭവന്തി, ഈ ഭാരതഭൂമിഭാഗത്തിൽ ആര് ജനിച്ചോ, ഈ ഭാരതഭൂമിയിൽ ആര് ജനിച്ചോ അവര് ധന്യന്മാരാണ്.
എന്തുകൊണ്ട്? സ്വർഗാപവർഗാസ്പദ മാർഗഭൂമൗ, സ്വർഗത്തിനും മോക്ഷത്തിനും ഒരുപോലെ കാരണഭൂമിയാണ് ഈ ഭാരതം. അവിടെ ജനിച്ചവർ എന്തൊരു ഭാഗ്യവാന്മാരാണ്, എത്ര ധന്യധന്യരാണെന്ന് എത്ര 1000 കൊല്ലം മുമ്പാ ഈ പുരാണത്തിൽ പറഞ്ഞേ. ഇതിന്റെ തുടർച്ചയായിട്ട് ധാരാളം ആചാര്യ ശ്രേഷ്ഠന്മാർ ഭാരത മഹിമയെ ഊന്നി ഊന്നി പറഞ്ഞു. പ്രകാശത്തിൽ രതി ചെയ്യുന്നതാണ് ഭാരതം. ധാതുവിന് പ്രകാശം എന്നാണ് അർത്ഥം. പ്രകാശത്തിൽ രതി ചെയ്യുന്നത്, പ്രകാശത്തിൽ രതി ചെയ്യിപ്പിക്കുന്നത്, അതാണ് ഭാരതം. ഏതാ പ്രകാശം? ജ്ഞാനപ്രകാശം, അറിവിന്റെ പ്രകാശം. അപ്പൊ അറിവിന്റെ പ്രകാശത്തിൽ ആനന്ദിപ്പിക്കുന്ന ഒരു സംസ്കൃതി അഥവാ രാഷ്ട്രം, അതാണ് ഭാരതം. ഇനി ഇത് തന്നെ ഭാവരാഗ താളങ്ങളുടെ സമന്വയ ഭൂമിയാണ്. ഭാവം, രാഗം, താളം. സാഹിത്യമായാലും നൃത്തമായാലും നാടകമായാലും ഏത് കലാരൂപമായാലും അതിൽ ഭാവപ്രധാനതയുണ്ട്. സംഗീതത്തിലും നൃത്തത്തിലും താളപ്രാധാന്യമുണ്ട്, രാഗപ്രാധാന്യമുണ്ട്. ഇനി നമ്മൾ ഏത് ഭാവത്തെ ശ്രദ്ധിച്ചാലും, ഈ ജഗത്തിന്റെ ഏതൊരു ഭാവത്തെ ശ്രദ്ധിച്ചാലും അതിലൊക്കെ രാഗതാളങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാം താളനിബദ്ധമാണ്. എല്ലാത്തിലും രാഗമുണ്ട്. കാറ്റിലായാലും ജലപ്രവാഹത്തിലായാലും അഗ്നിക്കായാലും എന്ന് വേണ്ട നമ്മുടെ ചുറ്റുപാട് നമ്മൾ എന്തിനോട് ഇടപഴകുന്നുണ്ടോ എല്ലാത്തിലും, എന്തിനൊരു അണുകണത്തിന്റെ ആണവിക കണസ്പന്ദനത്തിൽ പോലും ഒരു താളമുണ്ട്, അതിനൊരു രാഗമുണ്ട്. ഏതായാലും ഈ ഭാവരാഗ താളങ്ങളെ വേണ്ടതുപോലെ സമന്വയിപ്പിച്ച് മാനുഷിക ജീവിതത്തെ ധന്യമാക്കുന്നതാണ് ഭാരതം. ഇവിടെ ജനിക്കാൻ കഴിഞ്ഞ നമ്മൾ ധന്യരാണ്, ഭാഗ്യശാലികളാണ്. ഈ ഭാരതത്തെ നമ്മളെല്ലാവരും അമ്മയായി കണക്കാക്കുന്നു. നമ്മളെല്ലാം ഈ അമ്മയുടെ മക്കളും. ഇതാണ് ഒരു പൗരബോധം, ചരിത്ര സംബന്ധമായ അറിവോടുകൂടിയ പൗരബോധം, അതിൻ്റെ അടിത്തറ. ഇത് ഉൾക്കൊണ്ടാൽ മാത്രമേ നമ്മൾ അമ്മയോടുള്ള കർത്തവ്യങ്ങൾ ചെയ്യൂ. ഇത് ഉൾക്കൊണ്ടാൽ മാത്രമേ അവകാശങ്ങളെ കുറിച്ച് പറയാതെ കർത്തവ്യങ്ങളെ കുറിച്ച്, ബാധ്യതകളെ കുറിച്ച് ചിന്തിക്കൂ. അവകാശം വേണ്ടെന്നല്ല പറഞ്ഞത്. നോക്കൂ, അമ്മയിൽ നിന്ന് നമുക്ക് അവകാശങ്ങളാണോ നേടിയെടുക്കാനുള്ളത്, അല്ല അമ്മയോട് ബാധ്യതയാണ്? എന്താ അഭിപ്രായം? കാരണം അമ്മ നമ്മെ പെറ്റു, അമ്മ നമ്മെ പോറ്റി. 280 ദിവസം വയറിൽ കൊണ്ടു നടന്ന് വളരെ കഷ്ടപ്പെട്ട് പ്രസവിച്ച്, അചിന്ത്യ വേദന സഹിച്ച് പ്രസവിച്ച്, അതിനേക്കാൾ എത്രമാത്രം ത്യാഗത അനുഭവിച്ചിട്ട് നമ്മെ വളർത്തിക്കൊണ്ടുവന്നു. ഇനി അമ്മയിൽ നിന്ന് നമുക്ക് അവകാശമാണോ, അല്ല അമ്മയോട് നമുക്ക് ബാധ്യതയാണ്? ചിന്തിക്കുക. ബാധ്യതയാണ്. അപ്പൊ നമ്മുടെ രാഷ്ട്രത്തെ നമ്മൾ അമ്മയായി കണ്ടാൽ അവകാശങ്ങളെ കുറിച്ച് ഏറെ പ്രസംഗിക്കാൻ നമുക്ക് കഴിയില്ല. മറിച്ച് എനിക്ക് ഈ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, അതായിരിക്കും നമ്മുടെ ചിന്ത. അവിടെയാണ് നല്ല ശാസ്ത്രജ്ഞൻ ഉണ്ടാകുക, അവിടെയാണ് നല്ല അധ്യാപകൻ ഉണ്ടാവുക, അവിടെയാണ് നല്ല ജേർണലിസ്റ്റ് ഉണ്ടാവുക, അവിടെയാണ് നല്ല ഡോക്ടറും എഞ്ചിനീയറും ഉണ്ടാവുക, അവിടെയാണ് നല്ല സാഹിത്യകാരൻ ഉണ്ടാവുക, അവിടെയാണ് നല്ല കലാകാരൻ ഉണ്ടാവുക. കാരണം എൻ്റെ ഈ വക സാധ്യതകളെ സിദ്ധിയായി മാറ്റുന്നതിലൂടെ ഈ രാഷ്ട്രത്തെ പരമമായ മഹിമയിലേക്ക് ഉയർത്തണം.
കാരണം എനിക്ക് അമ്മയോട് കർത്തവ്യമാണ്, എനിക്ക് അമ്മയോട് ബാധ്യതയാണ്. ആ ഒരു ബോധം ഉണ്ടാകണം. പക്ഷേ നമ്മുടെ വികലമായ വിദ്യാഭ്യാസ രീതികളൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മാക്സ് മുള്ളറുടെയും മെക്കാളയുടെയും സന്തതികളായിട്ടാണ് നമ്മളൊക്കെ ജനിച്ചു വളർന്നത്. ഈ ഇരിക്കണ നമ്മളൊക്കെ, ഒരു സംശയമില്ലാതെ പറയാം, ഈ ഇരിക്കണ നമ്മളൊക്കെ തന്നെ മെക്കാളയുടെയും മാക്സ് മുള്ളറുടെയും സന്തതികളായിട്ടാണ് വളർന്നത്. അതിൽ നിന്ന് ഇതുവരെ മോചനം കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എല്ലാം വരുന്നത്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അതിനും ഒരു 4 വർഷങ്ങൾക്ക് ശേഷമാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. ഇപ്പോഴാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്തത്. അതിനു മുമ്പ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ആവട്ടെ, കൊഠാരി കമ്മീഷൻ ആവട്ടെ, ഒട്ടനവധി കമ്മീഷനുകൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. മാൻ മേക്കിംഗ്, നേഷൻ ബിൽഡിംഗ് എന്നുള്ള ഒരു ലക്ഷ്യം വിദ്യാഭ്യാസത്തിനുണ്ടെന്ന് എല്ലാ കമ്മീഷനുകളും ഊന്നി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മെ അടിമകളാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒരു പരിവർത്തനവും വന്നിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ മാക്സ് മുള്ളറുടെയും മെക്കാളയുടെയും മക്കളാന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഭാരതം അമ്മ എന്ന കാഴ്ചപ്പാട് നമുക്ക് നഷ്ടം. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, അത് പോയിട്ടൊന്നുമില്ല. അതിനെ ഉത്തേജിപ്പിക്കുക, അതാ ഇപ്പൊ നമ്മുടെ കർത്തവ്യം. ഭാവിയിൽ നമ്മുടെ വരും തലമുറയ്ക്ക് ഭാരത മഹിമ ബോധിപ്പിച്ച് ഈ അമ്മയുടെ ഉത്കർഷത്തിനായി കൊണ്ട് പ്രവർത്തിക്കുന്നവരായി നമ്മുടെ സന്തതികളെ വളർത്തുക. അതിനുള്ള പ്രേരണ നമുക്ക് സമാജത്തിന് കൊടുക്കാൻ കഴിയണം. തീർച്ചയായിട്ടും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഒരു സംശയമില്ലാതെ പറയാം. ഇപ്പൊ തന്നെ IIT, IIM തുടങ്ങിയവയിലും അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും എല്ലാം വ്യാപകമായിട്ട് ഇന്ത്യൻ നോളജ് സിസ്റ്റം, ഭാരതീയ ജ്ഞാന പരമ്പര നടപ്പിലാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും നിർബന്ധം, എല്ലാ യൂണിവേഴ്സിറ്റികളും ഏത് സ്ട്രീമിൽ പഠിക്കുന്നവരായാലും, നിങ്ങൾ സയൻസ് ആയാലും ആർട്സ് ആയാലും കൊമേഴ്സ് ആയാലും അതേതായാലും ഭാരതീയ ജ്ഞാന പരമ്പര ഉൾക്കൊണ്ടേ മതിയാവൂ. അതിന് ക്രെഡിറ്റ് ഉണ്ടാവും, അതിന് പേപ്പേഴ്സ് ഉണ്ടാവും. ആ രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു 10-50 കൊല്ലം കൊണ്ട്, അല്ലെങ്കിൽ 10-30 കൊല്ലം കൊണ്ട് തീർച്ചയായിട്ടും ഭാരതത്തിൽ ആദരവുള്ള ഒരു തലമുറ വാർത്തെടുക്കപ്പെടും. ഒരു സംശയവും അതിനില്ല. അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അപ്പോൾ തന്നെ 2036 ഒളിമ്പിക്സ് ലക്ഷ്യം വെച്ചുകൊണ്ട് വിദ്യാലയങ്ങളിൽ കുട്ടികളെ തിരഞ്ഞെടുത്ത് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുന്ന രീതി വളരെ ശക്തമായിട്ടുണ്ട്. കേരളത്തിൽ ഇതൊന്നും ഇല്ല കേട്ടോ. കേരളത്തിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എന്തായാലും PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇനി എന്താവും അറിയില്ല. ജനങ്ങളായിട്ട് നന്നായി പോയാൽ കുഴപ്പമില്ലേ. പിന്നെ പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും മാത്രമായിട്ട് ആരും ഉണ്ടാവും, കിട്ടൂലല്ലോ. ഭാരതാംബ എന്ന് പറഞ്ഞ തെറ്റല്ലേ, വന്ദേ മാതരം എന്ന് പറഞ്ഞ തെറ്റല്ലേ. ഏതായാലും അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. ഒരിക്കലും ഇരുളടഞ്ഞതായി ഭാവിയെ ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്ന ഭാവി പ്രകാശപൂർണമാണ്, ഒരു സംശയവുമില്ല. ശരി, എന്താ ഇത് കുറേ ഉണ്ടല്ലോ. ലോഹത്തിന്റെ ശ്രീകൃഷ്ണ വിഗ്രഹം പൂജാമുറിയിൽ വെക്കാൻ പാടുണ്ടോ? എന്ത് ലോഹം എന്നാവോ? സ്വർണം, പഞ്ചലോഹമൊക്കെ ആണെങ്കിൽ നല്ലോണം നോക്കണം. നമ്മളെ ചുറ്റുപാട് വാതിലടക്കം കൊണ്ടുപോണ പാർട്ടീസാ. വാതിലൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, എന്തൊരു കൗശലാണ്. അതുകൊണ്ട് പഞ്ചലോഹം സ്വർണ്ണമൊക്കെ ആണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കുക. വെള്ളിയൊക്കെ ആണെങ്കിൽ ആജാതി പാർട്ടിക്കാരെങ്കിലും വരുന്നുണ്ടോ
ഇതിന് നല്ലോണം നോക്കണം. കാരണം എപ്പോഴാണ് പൊക്കി കൊണ്ടുപോകാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ചന്ദനം കുഴിച്ചിട്ടുള്ള പോലെയാണ്. നമ്മളെ ഈ ചന്ദനം കുഴിച്ചിട്ട് എന്താ ഗുണംച്ചാ അത് നല്ല വളർന്ന് നന്നായി വരിക. അപ്പൊ ആരെങ്കിലും വന്ന് വില പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ, അപ്പം വിറ്റേക്കാം. 1,00,000 രൂപയുടെ ചന്ദനാണെന്ന് വിചാരിച്ചു, 1,00,000 രൂപയുടെ ചന്ദനാണ്. പക്ഷെ പാർട്ടി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് 2,000 രൂപ തരാന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും കേൾക്കണം. കാരണം 2,000 ലാഭം. ഇല്ലെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞാൽ ഇലകളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ ചന്ദനത്തിന്റെ പ്രത്യേകത ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും വാരി കരിയില്ല. അതവിടെ ഉണ്ടാവും, നല്ല പച്ചപ്പായിട്ടുണ്ടാവും. താഴത്തേക്ക് നോക്കിയാൽ മരം ഉണ്ടാവില്ല. ഇത് അപ്പുറവും ഇപ്പുറവും കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെയാ മുറിക്കുന്ന പരിപാടി. സൈലൻസറുള്ള കട്ടർ കൊണ്ട് കട്ട് ചെയ്ത് കൊണ്ടുപോകും. അതുപോലെയാണ് ഈ വിഗ്രഹവും. വില ഉള്ളതാണെങ്കിൽ വെക്കാത്തതാണ് നല്ലത്. വെക്കുന്നുണ്ടെങ്കിൽ ദിവസവും വിളക്ക് കൊളുത്തണ്ടേ? നോക്കൂ, നിങ്ങൾ വീട്ടില് വിഗ്രഹമൊക്കെ വെച്ചോളൂ. ശ്രീകൃഷ്ണനായാലും കൊള്ള, ശ്രീരാമനായാലും കൊള്ള, പരമശിവനായാലും കൊള്ള, ആരായാലും കൊള്ള, ഭഗവതി ആയാലും കൊള്ള, അവിടെ വിളക്ക് വയ്ക്കുക, പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്തോളൂ. പ്രതിഷ്ഠാദിയൊന്നും വേണ്ട. വിഗ്രഹം ചലമായിട്ട് വയ്ക്കുക. ചലം ചലിക്കുന്നത്, ചരമായിട്ട് വയ്ക്കുക. ഏതുപോലെ നമ്മൾ ചിത്രങ്ങൾ വെക്കാറുണ്ട്. ദേവതകളുടെ ചിത്രങ്ങൾ വെക്കാറുണ്ട് അല്ലേ? ഉണ്ട്. അതുപോലെ കണക്കാക്കിയാൽ മതി. അതുപോലെ വിഗ്രഹങ്ങൾ വെച്ചാൽ ഒരു ദോഷവും ഇല്ല, നല്ലതാണ്. എന്നാൽ ഈ ഭക്തി മൂത്തിട്ട് പ്രതിഷ്ഠയൊന്നും പാടില്ല. കാരണം പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദേവാലയായി കഴിഞ്ഞാൽ മനുഷ്യാലയം എന്നുള്ളത് പോയി. അപ്പൊ അവിടുത്തെ ചിട്ടകളൊക്കെ മാറണം. ഇപ്പൊ ഇവിടെ നമ്മൾ വയോജന കേന്ദ്രം, ഇവിടെ ഇപ്പൊ ചിദാനന്ദ ഗുരുസ്വാമി വന്നു, ഒരു പ്രശ്നമില്ല, വന്നങ്ങ് പോകും. ഇവിടെ ഒരു 4 മണിക്കൂർ നേരത്തേക്ക് പ്രധാനമന്ത്രി വന്നു എന്ന് വിചാരിക്കണേനിപ്പോൾ കുഴപ്പമൊന്നും, അതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, വിചാരിക്കുക. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 4 മണിക്കൂർ ഇത് PMO ആണ്, പ്രൈം മിനിസ്റ്റർ ഓഫീസർ. ആ ഓഫീസ് ഫംഗ്ഷനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ ഇരിക്കുള്ളൂ. ജസ്റ്റ് ഒരു ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച് പോകുകയല്ല പറഞ്ഞത്. അദ്ദേഹം 4 മണിക്കൂർ ഇരിക്കുന്നുണ്ടെങ്കിൽ ദേവനെ പ്രതിഷ്ഠിച്ചാൽ മനുഷ്യാലയം എന്നുള്ളത് മാറി ദേവാലയം. അത് വേണ്ട. അതുകൊണ്ട് പ്രതിഷ്ഠാദികളൊന്നും വേണ്ട. പകരം ചരമായിട്ട് നിങ്ങൾ വിഗ്രഹം വെച്ചോളൂ, വിളക്ക് വെച്ചോളൂ, പൂജിച്ചോളൂ, നല്ലതാണ്. ഇത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പല ജ്യോത്സ്യന്മാരും പറഞ്ഞു പേടിപ്പിക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അതിൽ ചൈതന്യം വന്ന് കൂടും. ഇവിടെ ചൈതന്യം ഉണ്ടാവാൻ തന്നെയല്ലേ പൂജിക്കുന്നത്, മറ്റൊന്നിനും ഇല്ലാതാവാനാ പൂജിക്കുന്നത്, ഉണ്ടാവാനല്ലേ പൂജിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും ഭയപ്പെടേണ്ട, സന്തോഷമായിട്ട് വെച്ചോളൂ, പൂജിച്ചോളൂ. വിളക്ക് വെക്കണം. വീട് വിട്ടു നിൽക്കുന്ന ദിവസങ്ങളിൽ വിളക്ക് വെക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഒന്നും ചെയ്യണ്ട, പിന്നെ വന്നിട്ട് വിളക്ക് വെച്ചാൽ മതി. അതുകൊണ്ടാണ് പ്രതിഷ്ഠ പാടില്ല എന്ന് പറഞ്ഞത്. പ്രതിഷ്ഠയായി കഴിഞ്ഞാൽ പറ്റില്ല കേട്ടോ. പ്രതിഷ്ഠയായി കഴിഞ്ഞാൽ അവിടെ ദിവസവും നിശ്ചിതമായ രീതിയിൽ കർമ്മങ്ങൾ നിർബന്ധമായി ചെയ്യണം. അതുകൊണ്ടാണ് പ്രതിഷ്ഠ പാടില്ല എന്ന് പറഞ്ഞത്. കേവലം വിഗ്രഹം വെച്ചു വെച്ചാൽ അത് ചിത്രം പോലെ മാനിച്ചാൽ മതി. എന്തെങ്കിലും കാരണവശാൽ വീട്ടിലില്ല, തിരിച്ചു വന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുന്നുള്ള വ്യക്തമാണല്ലോ, സംശയം ഉണ്ടാവരുതേ. പിതൃക്കൾക്ക് ആണ്ടുതോറും ബലിയിടേണ്ട ആവശ്യമുണ്ടോ? അതല്ലേ നല്ലത്. നമുക്ക് ദിവസം ഭക്ഷണം കഴിക്കണ്ടേ?
നമ്മൾ കിടപ്പിലായി പോയി എന്ന് വിചാരിച്ചോളൂ, എന്നാലും മനസ്സുകൊണ്ട് ശ്രാദ്ധം ചെയ്യാം. മനസ്സിന്റെയും സമനില പോയാൽ പിന്നെ ചോദ്യമില്ലല്ലോ. ഇപ്പൊ ഡിമെൻഷ്യ വന്നു, അല്ലെങ്കിൽ അൽഷിമേഴ്സ് വന്നു, തന്നെ ഓർമ്മയില്ല, പത്നിയെ ഓർമ്മയില്ല, പതിയെ ഓർമ്മയില്ല, അപ്പൊ പിതൃക്കൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ശാരീരിക മാനസിക ആരോഗ്യം നിലനിൽക്കുന്ന കാലത്തോളം, നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമ്മൾ ശ്രാദ്ധം ചെയ്യണം. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഈ ശരീരത്തിലാണ്. ഞാൻ വലിയ കേമനായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. എന്താണ് പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരി എന്നൊക്കെ പറഞ്ഞു എന്ന് വെച്ചോളൂ. ഞാൻ വലിയ കേമനാന്നൊക്കെ പറഞ്ഞു വെച്ചോളൂ. ഈ കേമത്തരം മുഴുവൻ ഉണ്ടായത് എന്തുകൊണ്ടാ? ഈ ശരീരം ഉണ്ടായതുകൊണ്ടല്ലേ. ഇതെനിക്ക് അച്ഛനും അമ്മയും തന്നതല്ലേ അല്ലേ? അപ്പൊ അവരോടുള്ള കടം തീരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതെന്തൊരു ബാധ്യതയോ ഭാരമോ ആയി കണക്കാക്കാതെ, അമ്മയോടുള്ള അച്ഛനോടുള്ള കർത്തവ്യം ബാധ്യതയോ ഭാരമോ ആയി കണക്കാക്കാതെ പ്രേമത്തോടുകൂടി, എൻ്റെ കർത്തവ്യമാണെന്ന ബോധത്തോടുകൂടി ചെയ്യുക. ദിവസവും കുളി കഴിഞ്ഞാൽ, അഥവാ കുളിക്കാൻ പറ്റില്ലെങ്കിൽ ശൗചം എന്താണെങ്കിൽ കഴിഞ്ഞാൽ, നിശ്ചയമായും പിതൃക്കളെ മനസ്സിൽ വിചാരിക്കുക. പിതൃതർപ്പണം ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ ചെയ്യുക. പിതൃ തർപ്പയാമി, പിതൃഗണാൻ തർപ്പയാമി എന്നിങ്ങനെയുള്ള മന്ത്രപൂർവം. ഇനി അതൊന്നും പഠിച്ചിട്ടില്ല, അറിയില്ല, വേണ്ട. മനസ്സുകൊണ്ടൊന്ന് നമസ്കരിക്കുക. അമ്മയുടെ മഹിമയ്ക്ക് മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു. അച്ഛൻ്റെ മഹിമയ്ക്ക് മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹമാണ് ഈ ജീവിതമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അത് ചെയ്യാം. അവനോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആ സങ്കല്പത്തിൽ ഏതെങ്കിലും ഒരു ജന്തുവിന് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കാം. സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോൾ ഒരു തിരിയെങ്കിലും അവരെ സങ്കല്പിച്ച് ചെയ്യാം. വാർഷികമായിട്ട് ശ്രാദ്ധം എന്നാണോ അന്ന് ശ്രദ്ധ അർപ്പിക്കാം. ഇത് ബാധ്യതയോ ഭാരമോ അല്ല, നമ്മുടെ കർത്തവ്യമാണ്. കാരണം ഞാൻ ഉണ്ടായത്, ഞാൻ നിലനിൽക്കുന്നത് അവർ കാരണമാണ്. അവരുടെ അനുഗ്രഹം ഒന്ന് മാത്രമാണ് എൻ്റെ ശക്തി. അത് ഓർമ്മിക്കുക. അതുകൊണ്ട് ഇതിപ്പോ ഈ മരണാനന്തരം പോലും ഒരു 11 ദിവസം അമ്മയ്ക്ക് അച്ഛന് വേണ്ടി കർമ്മം ചെയ്യാൻ വയ്യാത്ത ചുറ്റുപാടായി മാറിയിരിക്കുക. 3-ാമത്തെ ദിവസം പറയുക, ഒക്കെ കഴിച്ചു കൂട്ടി ഇനി ഞങ്ങൾ പോവുക, സന്തോഷം, നീയൊക്കെ നേരത്തെ പോയിക്കൂടായിരുന്നു. ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിട്ട് കരയിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. എത്ര മണിക്കൂർ കരയണമെച്ചോ അത്ര മണിക്കൂർ കരയുക. അത് വീഡിയോയിൽ നടക്കണതാ പറയണത്, നടക്കണതാണ്. മുഴുവൻ ഇവന്റ് മാനേജ്മെന്റ് ആൾക്കാരാ ചെയ്യാം. എല്ലാ കാര്യങ്ങളും എല്ലാം വീഡിയോയിൽ പിടിക്കും, അയച്ചു കൊടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ അവിടുന്ന് കൂടെ ഇരുന്ന് കരഞ്ഞോളും. കരഞ്ഞില്ലേ? അതുപോലെ എങ്ങോട്ടൊക്കെയാണ് നമ്മൾ പോകണമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ബാധ്യതയോ ഭാരമോ അല്ല, നമ്മൾക്കൊക്കെ ശാലത്തോളം നമ്മൾ ചെയ്യുക. എന്നാൽ ഇതിനൊരു മാറ്റം ഉണ്ട് കേട്ടോ. അതെന്താ? താൻ തനിക്ക് പിണ്ടം വെച്ചു എന്ന് വിചാരിച്ചു. തനിക്ക് സ്വയം പിണ്ടം വെച്ചാൽ പിന്നെ അച്ഛനും അമ്മയ്ക്കൊന്നും ശ്രാദ്ധം ചെയ്യേണ്ട ആവശ്യം ഇല്ല. സന്യാസിയായി എന്ത്? അതെങ്ങനെയാ വെക്കുക? അതിന് സാധാരണഗതിയിൽ സന്യാസ ദീക്ഷയ്ക്ക് മുമ്പാണ് ആത്മപിണ്ഡം വയ്ക്കുക. ഞങ്ങളൊക്കെ ആത്മപിണ്ഡം വെച്ചിട്ടാണ് സന്യാസ ദീക്ഷ സ്വീകരിക്കുക. അത് വെറുതെ അങ്ങോട്ട് ആത്മപിണ്ഡം വെക്കുകയല്ല, അതിന് വിധിയുണ്ട്. ആദ്യം അമ്മ, അച്ഛൻ, അവര് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും, മരിച്ചവരെ സംബന്ധിച്ചല്ല പറയണത്, മരിച്ചതാണെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അമ്മ, അച്ഛൻ, അമ്മയുടെ അമ്മ,
അമ്മയുടെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ. പിന്നെ ഇതിന് തുല്യം മാനിക്കപ്പെടേണ്ടവർ അഖില പിതൃക്കൾ, അത് അച്ഛൻ്റെ ജ്യേഷ്ഠൻ അനുജൻ, അമ്മയുടെ ജ്യേഷ്ഠൻ അനുജൻ, അച്ഛൻ്റെ ചേച്ചി അനുജത്തി, അമ്മയുടെ ചേച്ചി അനുജത്തി, അങ്ങനെയാണ്. അപ്പൊ എത്രയായി? 7. 7ആയില്ലേ? 7ആയി. 8ാമത് അവരാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പിണ്ടം വയ്ക്കുന്നു. അങ്ങനെ തനിക്ക് പിണ്ടം വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടാണ് സന്യാസ ദീക്ഷ ചെയ്യുക. അത് ആത്മപിണ്ടത്തിന്റെ വിധിയാണ്. ഇങ്ങനെയല്ലാതെ ഇനി മറ്റൊരു വിധിയുണ്ട്. അത് എനിക്ക് മറ്റാരും ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യാനില്ല എന്നുള്ളവർക്ക് ആത്മപിണ്ടം ചെയ്യാം. എൻ്റെ മക്കളൊന്നും ചെയ്യില്ലേ, അവർക്കൊക്കെ വേറെ പണിയാ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ എനിക്ക് ചെയ്തു കളയാം എന്ന് വിചാരിച്ചിട്ട് ആത്മപിണ്ടം ചെയ്യാം. അത് അറിയുന്നവർ വളരെ ചുരുക്കമാണ്. അങ്ങനെ അറിയുന്നവരെ ഒരു കർമ്മിയെ വെച്ചിട്ട് ചെയ്യിക്കാം. എന്നാൽ അത് സാർവത്രികമായി ചെയ്തു കൊടുക്കുന്ന സ്ഥലമുണ്ട്. അതും കൂടി പറഞ്ഞു തരണം. ബദരീനാഥില് ബ്രഹ്മകപാലത്തിലാണ് ആത്മപിണ്ടം ചെയ്യുക. ബദരീനാഥത്തിലാണ് ബ്രഹ്മകപാലം. ബദരീനാഥം മുകളിലെ ക്ഷേത്രമാണെങ്കിൽ താഴെ ഗംഗ ഒഴുകുന്നു, അളകനന്ദ. ആ അളകനന്ദയുടെ തീരത്ത് ബ്രഹ്മകപാലം എന്നുള്ള സ്ഥലമുണ്ട്. ക്ഷേത്രത്തിന്റെ നേരെ മുമ്പ് തന്നെയാണ്. അവിടെയാണ് ആത്മപിണ്ടം ചെയ്യുന്ന സ്ഥലം. പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ നിങ്ങളാരെങ്കിലും പോയി ചെയ്യണം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്, വേണ്ടവർക്കാവാം. ഈ ബ്രഹ്മകപാലം, ബ്രഹ്മാവിന്റെ കപാലം എന്നാണ് വാക്കിന്റെ അർത്ഥം. കപാലം അറിയാലോ, തലയോട്. 41 ദിവസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് തീരുന്നതല്ലേ? തീർച്ചയായിട്ടും 1 ദിവസം കൊണ്ട് തീരൂലേ? 41 ദിവസം ഒറ്റ ദിവസം കൊണ്ട് തീരും. ഞാനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. കാറ്റുപോയി പിന്നെന്താ? ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ. കാറ്റ് പോയാൽ പിന്നെ എന്ത് പ്രശ്നം? ഭസ്മായി കഴിഞ്ഞില്ലേ, ഇനി എന്ത് ചെയ്യാനാ? ഒന്നുമില്ല. അപ്പൊ 41 നോക്കണ്ട, 1 ദിവസം നോക്കിയാൽ മതി. ഒരു വർഷം ഒരാള് വ്രതം നോറ്റു എന്ന് വിചാരിച്ചോളൂ. ഞാൻ 41 ദിവസം ദീക്ഷ സ്വീകരിച്ച് 41ാമത്തെ ദിവസം എൻ്റെ പിതൃക്കൾക്ക് ശ്രാദ്ധ കൂട്ടുക എന്ന് സങ്കല്പിച്ചു എന്ന് വിചാരിച്ചോളൂ. തീർച്ചയായിട്ടും നല്ലതാണ്. ഇനി വേറൊരാൾ വിചാരിച്ചു 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന സബിണ്ടി ക്രിയ ഞാൻ ചെയ്യും എന്ന് വിചാരിച്ചു. അതുകൊണ്ട് പിതൃക്കളോട് ശ്രാദ്ധമൂട്ടാനുള്ള ബാധ്യത ഇല്ലാതാവുന്നില്ല. അത് ചെയ്താലും പ്രതിവർഷം ശ്രാദ്ധം ചെയ്യണം. വർഷം തോറും ചെയ്യേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് എന്നാണ് നമ്മുടെ അഭിപ്രായം. ഇതിലൊക്കെ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവും. നമ്മൾ ആരും ആകാശത്ത് പൊട്ടി വീണവരല്ല. നമുക്കൊക്കെ ഒരു പിതൃ പരമ്പരയുണ്ട്. അവരോട് നമുക്ക് കർത്തവ്യമുണ്ട്, വിധേയത്വമുണ്ട്. ആ ഒരു ഭാവം ഓരോ തലമുറയിലും നിലനിൽക്കണം. എന്നാലേ നമ്മുടെ ധർമ്മം, ഈ സംസ്കാരം, ഇതൊക്കെ പുലരൂ. അത് ശ്രദ്ധിക്കുക. സംശയം ചോദിക്കുന്നയാൾ വിദേശത്ത് താമസിക്കുന്നവരാണ്. ഒരു വിരോധവുമില്ല. ഏത് ദേശത്ത് താമസിച്ചാലും ഇതൊക്കെ ചെയ്യാം. അവിടെ എന്തായാലും സ്വയം ശാപ്പാട് കഴിക്കുന്നുണ്ടല്ലോ. വിദേശത്തുള്ള ആളും ശാപ്പാട് കഴിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു ശ്രാദ്ധം വയ്ക്കാൻ ഒരു പണിയില്ല, ഒരു വിഷമവും ഇല്ല. ഇനി ഇതൊന്നും വെക്കാൻ ബാഹ്യമായി സൗകര്യം ഇല്ല എന്ന് ചോദിച്ചു, എന്നാലും മനസ്സുകൊണ്ട് ശ്രാദ്ധ അർപ്പിക്കാമല്ലോ. അതുകൊണ്ട് ഏത് നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ചെയ്യാം. അതാണ് പറയാനുള്ളത്. സന്തോഷം. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലാവാം. ഇല്ല അച്ഛാ, സന്തോഷം. അമ്മ ഇരുന്നോളൂ, ഇരുന്നോളൂ, ഇരുന്നോളൂ. ഇരുന്നിട്ട് പറഞ്ഞോ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. മൈക്ക് പറഞ്ഞോളൂ, പറഞ്ഞാൽ കേൾക്കും.
വേണ്ട, പറഞ്ഞോളൂ. അങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് നോക്കിയാൽ മതി. അത് തന്നെ. ആ ആ ആ ആ. ഓ, തീർച്ചയായിട്ടും ഉണ്ടാവുന്നേ. ഇപ്പോ 5127 വർഷമാണ് ഇത്. അങ്ങനെ പറഞ്ഞാൽ പോരാ, പിന്നെ എങ്ങനെ പറയണം? വൈവസ്വത മന്വന്തരത്തിലെ വൈവസ്വത മന്വന്തരം എന്ന് പറഞ്ഞാലോ 7ാമത്തെ മന്വന്തരം. എത്ര ഒരു മന്വന്തരം തന്നെ രക്ഷക്കണം. ഇനിയുണ്ട് 7 മന്വന്തരം. വൈവസ്വന മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗത്തിലെ കലിയുഗത്തിലെ 5127 വർഷം മാർഗശീർഷ മാസമാണിത്. അപ്പോ എത്രയാ തിഥി? പൗർണമി കഴിഞ്ഞില്ലേ ഇന്നലെ? പ്രതിപദം. ശരി. അപ്പൊ കൃഷ്ണപക്ഷം പ്രഥമയാന്ന് തോന്നുന്നു. അതെ, പ്രതിപദം പ്രഥമ. അപ്പോ ഇനിയുണ്ട് ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾ. കൃത്യമായി പറഞ്ഞാൽ 1000 ദിവ്യവർഷം പ്ലസ് 200 സന്ധ്യ. അപ്പൊ 1200 ഗുണിക്കണം 360. 4 ലക്ഷത്തെ ചില്ലാൻ കൊല്ലം വരും. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ ലോകം നശിക്കുകയൊന്നുമില്ല. അടുത്ത കൃതയുഗാവും 29ാമത്തെ കറക്കാവും. ഇതിപ്പോ 28ാമത്തെ കറക്കായിട്ടേ ഉള്ളൂ. അതങ്ങനെ കറങ്ങി 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 പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ലോകം അങ്ങനെ തുടരും. നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരും അതൊന്നും അറിയില്ല. കുറെ മാറ്റങ്ങളൊക്കെ എന്തായാലും വരും കാലം കൊണ്ട്. എന്തൊക്കെ പരിവർത്തനം, എന്തൊക്കെ പരിണാമം വരുന്ന ആര് കണ്ടു? ചുരുങ്ങിയ കൊല്ലങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് പരിണാമങ്ങൾ പലതും കാണാനുണ്ടില്ലേ? ഉണ്ട്. ഇതിലൊക്കെ മാറ്റം വരുന്നൊന്നും അറിയില്ല. എന്തായാലും നല്ലൊരു സമൂഹം ഉണ്ടാവട്ടെ, അത്രയേ ഉള്ളൂ. ലോകം നന്നാവട്ടെ, സന്തോഷമായിട്ട് എല്ലാവരും ജീവിക്കട്ടെ, അത്രയേ ഉള്ളൂ പറയാൻ. വേറെന്താ പറയുക? അതുകൊണ്ട് ഇത് പേടിക്കൊന്നും വേണ്ട. ഇത് പറയുമ്പോൾ നേരം പോക്ക് ഞാൻ പറഞ്ഞുതരാം. നല്ല രസകരമായൊരു സംഭവമാണ്. ലോകം ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഞാനൊരു ഏകദേശം ഒരു 30 കൊല്ലമൊക്കെ ആയിരിക്കും. 30 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം. വൃത്തിയല്ല കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി അടുത്ത് ഒരു ഗ്രാമം. ആ ഗ്രാമത്തിന്റെ പേര് ചമൽ എന്ന. അവിടെ ഒരു പരിപാടിക്ക് പോയി. ഒരു ക്ഷേത്രത്തിലായിരുന്നു. അപ്പൊ പ്രഭാഷണം കഴിഞ്ഞു. സംശയ നിവാരണമായി. എന്തെല്ലാം സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ പറയാം. അപ്പൊ ഒരു മോള്, കൊച്ചുമോള്, ആ മോൾക്കൊരു വിശേഷമുണ്ട്. അവൾ യൂണിഫോം ഇട്ട അതേ രീതിയിലാണ്, സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് വന്നത്. ഒരു നീല പാവാടയും വെള്ള ബ്ലൗസും ഒക്കെ ഉണ്ട്. ചോദിച്ചു, സ്വാമി 2000 ലോകം അവസാനിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ലല്ലോ മോളെ, നിന്നോട് ആരാ പറഞ്ഞേ? അത് മദർ സുപ്പീരിയർ പറഞ്ഞതാണ്. അപ്പൊ അവരൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. ആ വിദ്യാലയത്തിന്റെ ഹെഡ് ഒരു മദർ സുപ്പീരിയറാണ്. അവര് പറഞ്ഞതാണ് 2000 നശിക്കും. അപ്പൊ അതിനു മുമ്പായിട്ട് യേശുവിൽ വിശ്വസിച്ച് ജീവിതം ധന്യാക്കിയാൽ മാത്രമേ ഉയർച്ച ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. നല്ലത് തന്നെ, വിരോധമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, മോള് പേടിക്കണ്ട, ഇത് കലിയുഗത്തില് 5100 ആയിട്ടില്ല, അവിടെ ഉള്ളൂ. ഇന്നല്ല, ഇന്നിപ്പോ 5127, 30 കൊല്ലം മുമ്പാ. ഇനി ലക്ഷക്കണക്കിന് കൊല്ലമുണ്ട്.
അപ്പം മോളൊരു കാര്യം ചെയ്യണം, സ്വാമി ഒന്ന് പറഞ്ഞാൽ അത് ചെയ്യോ? എന്താ സ്വാമി പറയും? അല്ല മോള, ചെയ്യാൻ ആദ്യം വാക്ക് തന്നില്ല. സ്വാമി പറഞ്ഞിട്ട് അത് യോജിപ്പിച്ച് ചെയ്യാം. നമ്മൾ നാളെ തന്നെ സ്കൂളിൽ പോയിട്ട് മദർ സുപ്പീരിയറിനെ കാണുക. കണ്ടിട്ട് പറയുക, നിങ്ങൾക്ക് എന്തായാലും 2000 ലോകം നശിക്കുമല്ലോ, ഇനിയിപ്പോൾ ഒരു 3-4 കൊല്ലം കൂടിയല്ലേ ബാക്കിയുള്ളൂ. ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ടേ ലോകം നശിക്കും. അപ്പൊ എന്ത് വേണം വെച്ചാൽ നിങ്ങളെ പേരിലുള്ള എല്ലാ സ്വത്തും, ഭൂസ്വത്ത്, പണമല്ല, പണം ഞാൻ ചോദിക്കില്ല, ഭൂസ്വത്ത് മുഴുവൻ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് പറഞ്ഞാ പോരാ. കാരണം നിങ്ങൾ എന്താണ് നശിക്കാൻ പോണ ആൾക്ക് എന്തിനാ സ്വത്ത്? ഞാൻ മരിക്കാൻ പോവാ സ്വത്ത് വേണം, വേണ്ടല്ലോ. നമുക്ക് ലക്ഷക്കണക്കിന് കൊല്ലം ബാക്കിയിട്ടേ, അവിടെ സ്വത്തൊക്കെ രജിസ്റ്റർ ചെയ്തെന്നുള്ളൂ. ആര് പറഞ്ഞാന്ന് വെച്ചാൽ ചിദാനന്ദപുരി സ്വാമി പറഞ്ഞാന്ന് നിങ്ങൾ പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു കൊളത്തൂർ പോയി, ഇതൊക്കെ മറന്നു. അത് കഴിഞ്ഞ് ഒരു 6-7 കൊല്ലം മുമ്പ്, 6-7 ഒരു 4-5 കൊല്ലം മുമ്പ് അവിടെ പോയി. ഏകദേശം കോവിഡിന്റെ തൊട്ട് 2019 അവിടെ പോയി. നമുക്ക് ക്ഷേത്രത്തിലൊക്കെ വളരെ മാറ്റം വന്നു. ക്ഷേത്രമൊക്കെ വളരെ നന്നായിട്ടുണ്ട്, നല്ല ചുറ്റുപാടൊക്കെ ആയിട്ടുണ്ട്, വളരെ പുനരുദ്ധാരണമൊക്കെ നടന്നു. അതുകൊണ്ട് പ്രഭാഷണത്തിന് സൗകര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട്. പ്രഭാഷണമൊക്കെ ചെയ്തു. അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നത്, ഈ പ്രഭാഷണത്തിന് ആൾക്കാരൊക്കെ ഇങ്ങനെ കേൾക്കാൻ മുമ്പിലിരിക്കുമ്പോൾ ഒരു ഒരു യുവതി ഒരു കുട്ടീനെയൊക്കെ എടുത്തിട്ട് കുറച്ച് അധികം സ്വാതന്ത്ര്യത്തിൽ അടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവളിങ്ങനെ നോക്കും, എന്താ ഇവള് ഇങ്ങനൊരു നൃത്തം. ഏതായാലും കൊള്ളാം. പ്രഭാഷണം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്, 10-25 കൊല്ലം മുമ്പ് ഞാനിവിടെ പ്രസംഗത്തിന് വന്നപ്പോൾ ഒരു മോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ മോൾ ഇവിടെ എങ്ങാണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചു. ഉടനെ എവള് പറഞ്ഞു ഞാനാ. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ മദറിനോട് ചോദിച്ചിരുന്നോ? അത് ഞാൻ ചോദിച്ചിരുന്നു സ്വാമി, പിറ്റേന്ന് തന്നെ ചോദിച്ചു. എന്നിട്ട് മദർ എന്ത് പറഞ്ഞു? മദർ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലാന്നേ. അവർക്കെന്നെ വിശ്വാസമില്ല അവര് പറഞ്ഞത്. അവരെ കുറിച്ച് മനസ്സ് സങ്കല്പിച്ചിട്ടാണ് ഭഗവാൻ യേശു ക്രിസ്തു പറഞ്ഞത്, ഓ ഫാദർ ഫോർഗീവ് ദം ഫോർ ദേ നോ നോട്ട് വാട്ട് ദേ ഡു. അവരെന്താണ് അവർ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല, അതുകൊണ്ട് അവരോട് പൊറുക്കണേന്ന് ഭഗവാൻ യേശു ക്രിസ്തു അവരെ കുറിച്ചാണ് പറഞ്ഞത്. ഏതായാലും നേരം പോക്ക്. അപ്പൊ അവർക്ക് 2000 നശിച്ചോ? ഇല്ല. നമുക്ക് നശിച്ചോ? ഇല്ല. ആർക്കെങ്കിലും നശിച്ചോ? ഇല്ല. ഇതിങ്ങനെ തുടരും. എത്ര തലമുറ കഴിഞ്ഞു പോയി, എത്ര തലമുറ ഇനി വരാനിരിക്കുന്നു. ലോകം ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെ തുടരും. എല്ലാവരും നന്നാവുന്നൊരു കാലം വരും, ഇല്ല. എല്ലാവരും ചീത്തയാവുന്നൊരു കാലം വരും, ഇല്ല. ലോകം ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമായിട്ട് പോകും. നമ്മുടെ ദൃഷ്ടി നന്നായാൽ നമ്മുടെ ചുറ്റുപാട് നന്നായി. അതേ ഉള്ളൂ. ശരി, സന്തോഷം. നമുക്ക് അവസാനിപ്പിക്കണ്ടേ? എന്താ വേണ്ട? വേണ്ട. ആ പറഞ്ഞോളൂ. നോക്കൂ, ശ്രാദ്ധം പ്രതിവർഷം ചെയ്യുന്നതിന് പല ക്രമങ്ങളുണ്ട്. മലയാളികൾ പൊതുവെ നക്ഷത്ര പ്രാധാന്യമാണ് സ്വീകരിക്കുന്നത്, മലയാളികൾ. എന്നാൽ കേരളം ഒഴിച്ച് മറ്റെല്ലാ പ്രദേശങ്ങളിലും തിഥി പ്രാധാന്യമാണ്. കേരളം ഒഴിച്ച് മറ്റെല്ലാ സ്ഥലങ്ങളിലും തിഥി നോക്കിയിട്ടാണ് ശ്രാദ്ധമായാലും പിറന്നാളായാലും ഒക്കെ തിഥി നോക്കിയിട്ടാണ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണോ തുടർന്ന് പോരുന്നത് അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ആ വർഷത്തിൽ, ആ മാസത്തിൽ, ആ തിഥിയിൽ, അഥവാ ആ വർഷത്തിൽ, ആ മാസത്തിൽ, ആ നക്ഷത്രത്തിലാണ് ഉചിതം. ഇത് കൂടാതെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ശ്രാദ്ധ പ്രധാനമായിട്ട് പറയപ്പെടുന്നുണ്ട്. ദക്ഷിണായനത്തിന്റെ ആദ്യത്തെ കറുത്ത ഭാഗം, ദക്ഷിണായനം കർക്കിടക സംക്രാന്തി മുതൽ 6 മാസമാണ്. അപ്പോൾ ഉള്ള കറുത്ത ഭാഗം ശ്രാദ്ധ പ്രാധാന്യമുള്ളതാണ്. അത് ചെയ്യാം. എന്നും ചെയ്യാലോ, എന്നും മനസ്സിൽ ശ്രദ്ധ അർപ്പിച്ചാൽ പോലെ.
എന്നും ചെയ്യണതാ നല്ലത്. ഒരു ക്രിയയും വേണ്ട, നീ മനസ്സുകൊണ്ടൊന്ന് അമ്മയെ നമസ്കരിക്കുക, അച്ഛനെ നമസ്കരിക്കുക മനസ്സുകൊണ്ട്. അത് വലിയൊരു ബലമാണ് നമുക്ക്, അല്ലേ? എന്താ അഭിപ്രായം? ശരി പുനർജന്മം എന്ത് മനസ്സിലായില്ല? പുനർജന്മത്തിന് എന്താ പ്രശ്നം? പിന്നെ ജന്മമുണ്ടോ? ജന്മമുണ്ടോ എന്ന് ചോദ്യം. ആത്മാവിനെ സംബന്ധിച്ച് ജന്മമില്ല. ന ജായതേ മ്രിയതേ വാ കഥാചിത്. ആത്മാവ് ജനിക്കണമില്ല, മരിക്കണമില്ല. അപ്പൊ പുനർജന്മോ ഇല്ല, പൂർവജന്മോ ഇല്ല. എന്നാൽ നമുക്കൊക്കെയും ഈ ശരീരവുമായി താതാത്മ്യപ്പെട്ടിട്ടുള്ള, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളുമായി താതാത്മ്യപ്പെട്ടിട്ടുള്ള ഒരു ജീവഭാവമാണ്. അതിനെയാണ് നമ്മൾ ജീവാത്മാ അല്ലെങ്കിൽ ദേഹി അല്ലെങ്കിൽ ശരീരി എന്നൊക്കെ പറയുന്നത്. ഈ ജീവാത്മഭാവത്തിൽ ജന്മമുണ്ട്. ഞാൻ ജനിച്ചു, ഇത്ര വയസ്സായി, ഇത്ര വയസ്സായി. എന്നാ ജനിച്ചത്? ഇത്രാം തീയതിയാ ജനിച്ചത് എന്നൊക്കെ പറയില്ലേ? അപ്പൊ ജന്മമുണ്ട്. ജന്മമുണ്ടെങ്കിൽ പുനർജന്മമുണ്ട്, ഒരു സംശയം. നമുക്കൊരു പൂർവജന്മം ഉണ്ടായിട്ടുണ്ടായി, ഇനി പുനർജന്മം ഉണ്ടാവും. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച. ജനിച്ചവന് മരണം ഉറപ്പാണ്, മരിച്ചവന് ജനനം ഉറപ്പാണ്. മോക്ഷം. അപ്പൊ നമുക്കൊക്കെ തന്നെ ഇത് നമ്മൾ ആരും തന്നെ ഒഴിഞ്ഞ കടലാസോട് കൂടി വന്നവരല്ല. ഒരച്ഛൻ്റെ ഒരമ്മയുടെ ഒരേ സാഹചര്യത്തിൽ ജനിച്ച മക്കള് വിവിധ സംസ്കാരങ്ങളോട് കൂടി വന്നവരാണ്. ആ സംസ്കാരങ്ങൾ എവിടുന്ന് കിട്ടി? ജന്മാന്തരത്തിൽ അവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലരൂപമായി കിട്ടി. അപ്പൊ നമ്മളൊക്കെ തന്നെ പൂർവജന്മത്തിലെ സംസ്കാരങ്ങളുമായിട്ടാണ് ഈ ജന്മത്തിൽ വന്നിട്ടുള്ളത്. ഈ വിഷയം ഒരു സംശയമില്ലാതെ നമ്മുടെ ആചാര്യന്മാര് വേദം അതുപോലെ വൈദിക ശാസ്ത്രങ്ങൾ പറഞ്ഞു തരും. യോനി മന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിനഃ സ്ഥാനുമന്യേനു സംയന്തി യഥാ കർമ്മ യഥാ ശ്രുതം. എങ്ങനെയൊക്കെയാണോ നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് സംസ്കാരം ആർജിച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണോ ശാസ്ത്രാദി ശ്രവണം ചെയ്ത് സംസ്കാരം ആർജിച്ചിട്ടുള്ളത്, അതിനനുസരിച്ച ജന്മസ്ഥാനങ്ങളെ പ്രാപിക്കും. ചിലര് മരമൊക്കെ ആവുന്ന പറയണത്, സ്ഥാനം. അപ്പോ മനുഷ്യജന്മം തന്നെ കിട്ടുമെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് പോലും ഉണ്ടാവും. അതിപ്പോ മനുഷ്യജന്മം കിട്ടുന്ന വാക്ക് പറയാൻ എനിക്ക് വയ്യ. എങ്ങനെയാ? കള്ളം പറയാൻ പാടില്ലല്ലോ. കള്ളം ബാക്കിയൊക്കെ പറയാം. മനുഷ്യജന്മം കിട്ടുമെന്നൊരാൾ ചോദിച്ചാൽ അറിയില്ല എന്ന് മാത്രമേ മറുപടിയുള്ളൂ. കാരണം ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് എന്താണെന്നിപ്പോ നമുക്കറിയോ? മനുഷ്യരായി ജീവിച്ചാൽ ഒരു സംശയമില്ല, മനുഷ്യജന്മം കിട്ടും. പക്ഷെ മനുഷ്യന്മാര് വളരെ ചുരുക്ക. ലോകത്തില് മനുഷ്യന്മാര് വളരെ ചുരുക്ക. ഈ രണ്ട് കാലും രണ്ട് കയ്യും ഈ തലയും ഈ രൂപമൊക്കെ ഉള്ളതുകൊണ്ട് മനുഷ്യരാന്ന് പറയാൻ വയ്യ. അപ്പൊ ഏത് വൃത്തിയിലാണോ ജീവിക്കുന്നത് അതുപോലെയൊക്കെ ആവും, അത്രേ പറയാൻ പറ്റും. പക്ഷെ നമുക്ക് വെറും മനുഷ്യരായാൽ പോരാ, ഇനിയും ഉയർന്ന മനുഷ്യരാവണം. മോക്ഷം കൂടുതൽ മോക്ഷത്തിലേക്കൊക്കെ. ശരി, മോക്ഷമാണ് വേണ്ടത്, ലക്ഷ്യം മോക്ഷം തന്നെ. ഇനിയിപ്പോ അതൊന്നും ഇല്ലെങ്കിലും കുറച്ച് മുന്തിയൊരു മനുഷ്യനായാൽ മതി. സന്തോഷമായിട്ടിരിക്കണം, അത്രയേ വേണ്ടൂ. സന്തോഷമായിട്ടുള്ള ജന്മം ഉണ്ടാവണം. സന്തോഷം. ആ പുനർജന്മം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതെങ്ങനെയാ എന്ന് ചോദിച്ചാൽ, നമ്മള് ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിനനുസരിച്ച സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ആ സമയത്ത് തന്നെ ഉണ്ടാവും, പിന്നെ അല്ല ഉണ്ടാവുന്നത്, അപ്പൊ തന്നെ ഉണ്ടാവും.
ഈ സംസ്കാരങ്ങളൊക്കെ ശേഖരിക്കപ്പെടുന്നത് ചിത്തത്തിലാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, അത് ചിത്തത്തിലാണ് ശേഖരിക്കപ്പെടുന്നത്. അതിസൂക്ഷ്മമാണ്. ഈ സംസ്കാരത്തിനനുസരിച്ചാണ് വാസന, വാസനയ്ക്കനുസരിച്ച് വീണ്ടും കർമ്മം, ആ കർമ്മത്തിനോ വീണ്ടും സംസ്കാരം, അതിനോ വീണ്ടും വാസന, അതിനോ വീണ്ടും കർമ്മം. ഇങ്ങനെ കർമ്മം സംസ്കാരം വാസന, കർമ്മം സംസ്കാരം വാസന എന്നുള്ള ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറക്ക് കമ്പനി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ സ്ഥൂല ശരീരത്തിന് കാരണമായ പ്രാരബ്ധം കഴിഞ്ഞു. എന്താ പ്രാരബ്ധം? മൊത്തം സഞ്ചിത കർമ്മത്തിന്റെ ഈ ജന്മത്തിന് കാരണമായതാണ് പ്രാരബ്ധം. സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളിലൂടെ നമ്മൾ സഞ്ചയിച്ചതാണ് സഞ്ചിത കർമ്മം. അതിൽ നിന്ന് ചെറിയൊരു പങ്കാണ് ഈ ജന്മത്തിലെ പ്രാരബ്ധമായി തീരുന്നത്. പ്രാരബ്ധമുള്ള കാലത്തോളം നമുക്ക് ഇരുന്നേ മതിയാവും, ജീവിച്ചേ മതിയാവും. പ്രാരബ്ധം കഴിഞ്ഞാൽ ഈ ശരീരം അപ്പൊ സൂക്ഷ്മ ശരീരത്തിൽ സഞ്ചയിച്ച സംസ്കാരം ഒട്ട് തീർന്നിട്ടുമില്ല. അപ്പൊ എന്തുണ്ടാവും? ആ സംസ്കാരത്തിനനുസരിച്ച് പുതിയ കുപ്പായം വേണ്ടി വരും. അപ്പൊ നമ്മൾ ആ കുപ്പായത്തിൽ യാത്ര തുടരും. അതാണ് പുനർജന്മം എന്ന് പറയുന്നത്. ചിലർക്ക് സംശയം ഉണ്ടാവും, സ്വാമി ഈ ശാസ്ത്രങ്ങളിൽ പഠിച്ചിട്ട് പറയാന്നല്ലാണ്ട് ഈ പൂർവജന്മം ഉണ്ട് പുനർജന്മം ഉണ്ട് എന്നുള്ള വിഷയത്തിൽ സ്വാമിക്ക് ഉറപ്പുണ്ടോ? ചോദ്യം മനസ്സിലായില്ല. സ്വാമി ഉപനിഷത്ത് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഗീത പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേദാന്ത ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചതിന്റെ അപേക്ഷയിൽ അല്ലെങ്കിൽ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുനർജന്മം ഉണ്ട് എന്ന് സ്വാമി പ്രസംഗിക്കുന്നു. അതിൽ കവിഞ്ഞ്, ശാസ്ത്രത്തിൽ പറഞ്ഞതിൽ കവിഞ്ഞ് സ്വാമിക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദ്യം. മറുപടി ഉണ്ട്. ഒരു സംശയമില്ല, ഉറപ്പുണ്ട്. എന്ത്? പൂർവജന്മം ഉണ്ട് എന്നുള്ളതിൽ ഉറപ്പുണ്ട്. ഒരു സംശയമില്ലാതെ പറയും. അതെങ്ങനെ അത്ര ഉറപ്പിച്ച് പറയാ? ചോദ്യം. അനുഭവം കൊണ്ട്. അനുഭവത്തിൽ സംശയമില്ലല്ലോ. അനുഭവത്തിൽ സംശയം. എന്താ അനുഭവം? വിസ്തരിച്ച് പറയണമെങ്കിൽ ദിവസങ്ങൾ അതിനൊന്നും പുറപ്പെടുന്നില്ല. നമ്മൾ 2-3 ദിവസം ഇരുന്ന് പറയാം, അത് പറ്റില്ല. അതുകൊണ്ട് ചുരുക്കി പറയാം. നമ്മൾ ആകാശത്ത് പൊട്ടി വീണൊന്നും അല്ലല്ലോ. അപ്പോ കൊച്ചു കുഞ്ഞാവുന്ന സമയത്ത് ഒരു 3.5 വയസ്സ് 3 വയസ്സ് ഒക്കെ ഉള്ള സമയത്ത് ആ പ്രായമുള്ള കുട്ടികളോട് എന്തെങ്കിലുമൊക്കെ പണി പറയുമല്ലോ അമ്മ. ആ കാലം ഓർമ്മിക്കുക. എന്നിപ്പോൾ അങ്ങനെയൊന്നും പറയാറില്ല കൊച്ചു കുഞ്ഞുങ്ങളോട്. നമ്മളൊക്കെ വളർന്ന കാലത്ത് നമുക്കൊക്കെ അറിയും. അപ്പോൾ ആ വിറകിൻ്റെ ഉള്ളി ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ ആ ദോശയൊന്ന് മറിച്ചിടും. അങ്ങനെയൊക്കെ ഉള്ള പണി. അത് വലിയ ഭാരിച്ച പണിയൊന്നും അത്ര ചെറിയ കുട്ടികളോട് പറയില്ലല്ലോ. അപ്പോൾ ഈ കുട്ടി എനിക്ക് വയ്യ എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോ? അങ്ങനെ പറയും. അപ്പൊ അച്ഛൻ ചോദിക്കും, എന്താ നിനക്ക് വയ്യാതെ? അത് വല്ല ബ്രഹ്മവിദ്യയാണോ? അത് വല്ല ബ്രഹ്മവിദ്യയാണോ? അപ്പൊ ഈ കുട്ടി ഇരുന്ന് ആലോചിക്കും, എന്താ ബ്രഹ്മവിദ്യ പറഞ്ഞാൽ തന്നെ പറ്റി. അപ്പൊ അച്ഛൻ അത് വല്ല ബ്രഹ്മവിദ്യയാണോ എന്ന് ചോദിക്കണമെങ്കിൽ അത് അത്ര വിഷമം പിടിച്ചതായിരിക്കണം. അതുകൊണ്ടാണല്ലോ അച്ഛൻ അങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വലുതായാൽ ബ്രഹ്മവിദ്യ തന്നെ പഠിക്കും. എന്താ ബ്രഹ്മവിദ്യ എന്നറിയോ? അറിയില്ല. ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ വേദാന്തമാണെന്നൊന്നും അന്ന് അറിയില്ല. ഇനി ഈ പറഞ്ഞ അച്ഛനറിയോ? അതും സംശയം. ഇനിയാണ് നേരം പോക്ക്. ഈ അച്ഛന് ഇതേപോലെ വേറെ 4 മക്കൾ. ഇത് 5ാമത്തവനാണ്, ഏറ്റവും ചെറിയ. ഈ അച്ഛൻ ഇത് മറ്റു മക്കളോടും പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവും. അവർക്ക് തോന്നിയോ? ഇല്ല. അവർക്കാർക്കും ബ്രഹ്മവിദ്യ പഠിക്കണം തോന്നിയില്ല. എന്തുകൊണ്ട് തോന്നിയില്ല? ഈ കുട്ടിക്ക് തോന്നി. മനസ്സിലായില്ല പറഞ്ഞത്? അപ്പൊ എന്തുകൊണ്ട് തോന്നിയില്ല എന്നുള്ള ചോദ്യം അവിടെ വെച്ചേക്കുക. അതിൽ ഉത്തരത്തിലേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എത്തും.
അപ്പൊ ബ്രഹ്മവിദ്യ പഠിക്കണം എന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു. അതൊരു 3.5 വയസ്സ് 4 വയസ്സൊക്കെ ഉണ്ടാവും. അത് 4.5 വയസ്സ് വരെയൊക്കെ. അത് കഴിഞ്ഞ് സ്കൂൾ ചേർന്നു. എന്ത് ബ്രഹ്മവിദ്യ, പിന്നെ വികൃതി തന്നെ. എന്തൊക്കെ വികൃതി വേണോ അതൊക്കെ, എന്തൊക്കെ വികൃതി വേണ്ടയോ അതൊക്കെ അത്ര പറഞ്ഞാൽ മതിയല്ലോ. ഓ, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ വല്ലാതെ വികൃതിയായിരുന്നു. എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഇപ്പൊ പറയണില്ല. കാരണം നിങ്ങൾ ചിരിച്ച് ശരിയാവും. ആ ജാതി പ്രയോഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ ജീവിതത്തിൽ ക്രമികമായി ഒരു ഒരു എല്ലാ വികൃതി കളിക്കുമ്പോഴും സ്കൂളിൽ ഒന്നാമനാട്ടോ. പഠിത്തത്തിൽ വികൃതിയിൽ ഒന്നാമെന്ന് പറഞ്ഞാൽ അതിനൊരു തമാശ ഉണ്ട്. പുറത്തങ്ങനെ ആൾക്കാർ അറിയില്ല. പുറത്ത് ഒരു അങ്ങനെയാണ്, ഉള്ളിൽ കൂടിയാണ് എല്ലാ പരിപാടിയും. അങ്ങനെ അതൊക്കെ പല കഥകളും ഉണ്ട്. അങ്ങനെ വലുതായി. പക്ഷേ കൊച്ചു നാളിൽ തന്നെ ഇരുന്ന് ആലോചിക്കും, എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം? ഈ കാര്യങ്ങളുടെ ഒക്കെ കാരണം എന്താണ്? ഈ പ്രപഞ്ചത്തിലെ നിയമങ്ങളുടെ മുഴുവൻ പിന്നിലുള്ള നിയാമകൻ ആരാണ്? ഈശ്വരനുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? ആരാണ്? ഈ ആലോചനയിൽ അങ്ങനെ മുഴുകിയിരിക്കും. അപ്പോൾ കൊച്ചു കുഞ്ഞാവുമ്പോൾ ഏറ്റവും വലിയ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയ, അമ്മമ്മ. അമ്മമ്മയിൽ നിന്ന് ദിവസവും പുരാണ കഥകൾ കേൾക്കും. സംസ്കൃതത്തിൽ വിദുഷിയായിരിക്കും. സംസ്കൃതത്തിൽ വലിയ അപ്പൊ ദിവസവും പുരാണം. രാമന്റെ, കൃഷ്ണന്റെ, രാവണന്റെ, കംസന്റെ, ശ്രീരാമകൃഷ്ണദേവന്റെ, വിവേകാനന്ദ സ്വാമിയുടെ, ഷിർദി സായിബാബയുടെ, അങ്ങനെ എല്ലാവരുടെയും കൂടെയാണ് ഈ കുട്ടി കഴിയണത്. ഹനുമാന്റെ. അങ്ങനെ അങ്ങനെ അത്തരം കഥാസാമ്രാജ്യം ഒരു ഭാഗത്ത്. അത് അതിലങ്ങനെ ലയിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ അന്വേഷണത്തിന് ഒരു സയൻസ് ടീച്ചർ ഉണ്ടായിരുന്നു, രാമചന്ദ്രൻ മാസ്റ്റർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞു, ഇത് ശാസ്ത്ര ഗവേഷണം കൊണ്ട് മാത്രമേ നിനക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടൂ. അങ്ങനെ ഏകദേശം ഒരു 4ാം ക്ലാസ് ആവുമ്പോഴത്തേക്ക് വീട്ടിലൊരു ലബോറട്ടറി ഒക്കെ തുടങ്ങി. ആസിഡുകളും ആൽക്കലികളും അതും ഇതും. 4, 5, 6, 7 ക്ലാസ്സുകൾ. പരീക്ഷണം. എത്ര വീടാ കേട് വരുത്തിയെന്ന് കണക്കില്ല. ആസിഡൊക്കെ വീഴ്ത്തിയിട്ട് അമ്മയോട് എത്ര നല്ല കൊണ്ടുവന്ന് കണക്കില്ല. എന്തൊക്കെ നിരീക്ഷണമാണ്, എന്തൊക്കെയോ ചെയ്ത് കൂട്ടുകട്ടെ. ആ കാലത്ത് ശാസ്ത്രലോകം എന്നുള്ള ഒരു വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടാക്കി. അത് ഏകദേശം ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ തുടർന്നു. പിന്നെ അതൊക്കെ അവിടെ വന്നു. മുഴുവനൊന്നും ശാസ്ത്രവും ഇല്ല, ഗവേഷണവും ഇല്ല, ഒന്നും. പിന്നെ വായനയുടെ ലോകത്താണ്. ഇപ്പൊ സ്കൂളിലെല്ലാം ശരിക്കും പഠിക്കും. സ്കൂളിൽ ഒന്നാമനാണ്. പക്ഷേ സ്കൂളിലേക്ക് വേണ്ട ഒന്നും പഠിക്കില്ല. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും ഉച്ച വരെ. സ്വാമി വൈകുന്നേരം വരെ ക്ലാസ് ഇല്ലേ? ഉച്ചയ്ക്ക് ശേഷം സിനിമാ ഹാളിലാവും. ഇതിന് ജനവാതിലിന് അഴിയില്ലാത്തതാ. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെയാണ്. അതേസമയത്ത് ക്ലാസ്സിൽ ഒന്നാമനാവും. വായിച്ചു കൂട്ടിയ പുസ്തകങ്ങൾക്ക് കണക്കില്ല. നോവലുകൾ, കഥകൾ, കവിതകൾ, കമ്മ്യൂണിസം, അത് ഇത് എന്ന് വേണ്ട. അത് ഏകദേശം ഒരു 11ാം ക്ലാസ് വരെ തുടരുന്നു. അന്ന് 11 പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ശ്രദ്ധിക്കുക. ഇനിയാണ് ശ്രദ്ധിക്കണം. നേരത്തെ ചോദ്യത്തിന് ഉത്തരവാനാ പോണത്. ഇനി പുതിയ കടലാസൊന്നും കൊടുത്തയക്കരുതേ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് അച്ഛൻ ഒരു കൊച്ചു പുസ്തകം കൊടുത്തു. കൊച്ചു പുസ്തകം, ശരിക്കതൊരു പുസ്തകമല്ല, ബുക്ക്ലെറ്റാണ്. ദ സ്പേക്ക് സ്വാമി വിവേകാനന്ദ.
ദ സ്പേക്ക് സ്വാമി വിവേകാനന്ദ. അത് ചെറിയ എത്രയുള്ള പുസ്തകം, ഒരു ഇരിപ്പിന് 30 പ്രാവശ്യം വായിച്ചു. ഒരു ഇരിപ്പിന് എന്തോ ഒരു പരിവർത്തനം. ഇത്രയും കാലം നോവലുകൾ, കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ, സിനിമാ നിരൂപണങ്ങൾ, കമ്മ്യൂണിസം, സെക്സ്, ഇതൊക്കെയാണ് വായിക്കുന്ന വിഷയങ്ങൾ. പക്ഷെ ഇത് എന്തോ ഒരു വെളിച്ചം, എന്താണെന്നറിയില്ല. അതോടുകൂടി കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദയിലേക്ക് പോയി. ഇന്ന് 9 വോളിയമാണ്, അന്ന് 8 വോളിയായിരുന്നു ആ കാലത്ത്. അവിടുന്ന് രംഗനാഥാനന്ദ സ്വാമികളുടെ പുസ്തകങ്ങളിലേക്കായി, അവിടുന്ന് സിസ്റ്റർ നിവേദിതയിലേക്ക്, ചിന്മയാനന്ദ സ്വാമികളിലേക്ക്, ദയാനന്ദ സ്വാമികളിലേക്ക്, അങ്ങനെ 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 ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ഒരു 2.5 കൊല്ലം കൊണ്ട് 1000കണക്കിന് ഗ്രന്ഥങ്ങളാണ് വായിച്ചു തീർത്തത്. സമയം. പക്ഷേ അതൊക്കെ വായിക്കുമ്പോൾ ഉള്ളിലൊരു ധാരണ, ഇതിലൊന്നൊരു പൂർണ്ണതയില്ല, ഇതിലൊന്നൊരു പൂർണ്ണതയില്ല. ഇതിന് പൂർണ്ണത കൈവരണമെങ്കിൽ മറ്റെന്തോന്ന് വേണം. അതെന്താ? ഈ അന്വേഷണം. ഈ അന്വേഷണത്തിന് ഉത്തരം കിട്ടുന്നത് ഉള്ളിൽ നിന്ന് തന്നെയാണ്, പുറമേ നിന്നല്ല. അത് ശങ്കരഭാഷ്യങ്ങൾ പഠിക്കണം. ശരി, ശങ്കരഭാഷ്യങ്ങൾ കിട്ടണം. അപ്പൊ അമ്മമ്മയിൽ നിന്ന് ധാരാളം കഥകളും, അതുപോലെ വീട്ടിലും വളർന്ന സാഹചര്യത്തിൽ സംസ്കൃതത്തിന്റെ ഒരു സാഹചര്യവും ഉണ്ടെങ്കിലും സംസ്കൃതം പഠിച്ചിട്ടില്ല. രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായി. സംസ്കൃതത്തിലുള്ള പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് വായിച്ചത്, കൂടുതൽ ഇംഗ്ലീഷിലും മലയാളത്തിലാണ്. പക്ഷെ സംസ്കൃതം പഠിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ ശങ്കരഭാഷ്യം പഠിക്കുക? ഇപ്പൊ സംസ്കൃതം പഠിക്കണം, ശങ്കരഭാഷ്യം പഠിക്കണം എന്നുള്ള ചിന്ത വല്ലാതെ വന്നു. പുറമെ കോളേജിൽ പഠിക്കുന്നുണ്ട് കേട്ടോ, പുറമെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അച്ഛൻ തന്നെയാണ് മൂന്നാമതും വരുന്നത്. ആദ്യം ബ്രഹ്മവിദ്യ അച്ഛനാണ്, രണ്ടാമത് ദസ്പേക്ക് അച്ഛനാണ്, മൂന്നാമത് വരുന്നതും അച്ഛൻ തന്നെയാണ്. അദ്ദേഹത്തിന് ശാരീരികമായിട്ട് രോഗമാണ്, തുടർച്ചയായിട്ട് വയറിളക്കം, അങ്ങനെ ഏകദേശം മരിച്ചു എന്നുള്ള അവസ്ഥ എത്തി. ഒരു എല്ലും തോലുമായി. ആ സമയത്ത് ഒരു വിഭ്രമം പോലെ ഒരു നിൽക്കക്കല്ലി ഇല്ലാണ്ടുള്ള ഓട്ടം. വീട്ടിലൊന്നും പറയാണ്ട് ആള് മുങ്ങി, ആളെ കാണുന്നില്ല. അപ്പൊ എല്ലാരും അന്വേഷണമായി, എവിടെ പോയി, അച്ഛനോടെ പോയി, അന്വേഷണമായി. അതാ വരുന്നു 2ാമത്തെ ദിവസം. കൂടെ 2 പേരുണ്ട്. എന്താ 2 പേര്? വലിയ കെട്ട് ഭാണ്ഡം എടുത്തിട്ടാ. അപ്പൊ വീട്ടില് അമ്മയായിട്ട് ലഹളയൊക്കെ ഉണ്ടായി. എന്താന്ന് പറഞ്ഞിട്ട് പോണ്ടേ, പറയാണ്ട് പോയിട്ട് ആള് പേടിച്ചില്ലേ. എങ്ങോട്ടാ പോയി? ഞാൻ ചീത്തത്തരം ഒന്നും പോയാനല്ലല്ലോ പോയത്, ഞാൻ ചീത്തത്തരം വല്ലതും ചെയ്യോ, നല്ലതല്ലേ ഞാൻ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒക്കെ അമ്മയൊക്കെ സോപ്പിട്ട് ശരിയാക്കി. അപ്പൊ എന്താ ഈ 2 ഭാണ്ഡം എന്നറിയോ? അതാണ് മനസ്സിലാക്കേണ്ടത്. 10 ഉപനിഷത്തുക്കളുടെയും ശങ്കരഭാഷ്യം സംസ്കൃതവും വിസ്തരിച്ച മലയാളവും, ഭഗവത്ഗീതയുടെ ശങ്കരഭാഷ്യം മലയാള അർത്ഥസഹിതം, ബ്രഹ്മസൂത്രം ശങ്കരഭാഷ്യം മലയാള വ്യാഖ്യാന സഹിതം, പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ശ്രീമദ് ഭാഗവതം, വാൽമീകി രാമായണം പൂർണ്ണമായിട്ട്. ഇതാണ് ഈ 2 ഭാണ്ഡം ആൾക്കാരെ കൊണ്ട് ചുമപ്പിച്ച് കൊണ്ടുവന്നത്. നിധി കിട്ടിയില്ലേ, ആഗ്രഹിച്ച സാധനം കിട്ടിയില്ലേ. അതിലൊന്നിച്ച് ന്യൂ ടെസ്റ്റമെന്റ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ 1940കളിൽ പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങളാണ്. 1940കളിൽ പബ്ലിഷ് ചെയ്ത പുസ്തകം. എല്ലാത്തിലും അണ്ടർലൈൻ ചെയ്ത് പ്രധാനപ്പെട്ട സമ്മറി നോട്ട്സ് അടക്കം ഒപ്പിട്ട ഇതുണ്ട്, കടലാസുകൾ. എല്ലാത്തിലും ആര് പഠിച്ചതാ? ഇദ്ദേഹത്തിന്റെ അച്ഛൻ പഠിച്ചതാ. അതായത് അച്ഛന്റെ അച്ഛൻ പഠിച്ചതാണ്. അദ്ദേഹം വലിയ വേദാന്തിയായിരുന്നു. ബാഹ്യമായിട്ട് ജോലി
അഡ്വക്കേറ്റ് ആയിരുന്നു, അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു പുറമെ. പക്ഷെ ഉള്ളില് വേദാന്ത പഠനത്തിൽ മാത്രം മുഴുകിയ ആളായിരുന്നു. മറ്റൊന്നും കൂടി അറിയാമായിരുന്നു അദ്ദേഹത്തെ കുറിച്ച്. എനിക്ക് സന്യസിക്കണം 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 എന്നുള്ള വലിയ ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ സന്യസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇത്ര എനിക്കറിയാം. ഏതായാലും ആ പുസ്തകങ്ങളാണ് ഞാൻ പഠിച്ചത്. മനസ്സിലായില്ല? പറഞ്ഞ മനസ്സിലായില്ല? അതും കഴിഞ്ഞു. ഏകദേശം ഡിഗ്രി ഒരു 2ാം വർഷം കഴിഞ്ഞപ്പോൾ ശങ്കരഭാഷ്യത്തിന്റെ ഒരു ആവർത്തനം പൂർത്തിയാക്കിയപ്പോൾ മനസ്സിൽ തീരുമാനമെടുത്തു, എൻ്റെ മാർഗം സന്യാസ മാർഗമാണ്. അച്ഛനമ്മമാരുടെ സമ്മതം ചോദിച്ചു. അവര് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, കുറച്ച് വിഷം വാങ്ങി തന്നിട്ട് ഞങ്ങളെ കൊന്നിട്ട് പോയിക്കോളൂ. നിങ്ങളെ ദുഃഖിപ്പിച്ച് ഞാൻ പോവില്ല. പക്ഷേ ഒരു കണ്ടീഷൻ, ഇപ്പൊ ഒരു കരാർ ഒപ്പിടണം. എന്താ കരാറ്? ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ താമസിക്കും, എത്ര കൊല്ലം വേണമെങ്കിലും. പക്ഷേ ആ ജീവിതം കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നല്ലെങ്കിൽ നാളെ ഇവർ സന്യാസമാർഗത്ത് പോകും. അപ്പൊ നിങ്ങൾ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണം. ഇല്ലെങ്കിൽ വേണ്ടി നിങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കും, പോയില്ല, എവിടെയും പോയില്ല, ഉറപ്പാ. വാക്ക് കൊടുത്തു. അങ്ങനെ അവരുടെ കൂടെ തന്നെ താമസിച്ചു. പിന്നെയും ഒരു 3.5 കൊല്ലം. അപ്പോഴത്തേക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷനായി. ആ സമയത്ത് അവർക്ക് മനസ്സിലായി, ഇവ ഇന്നല്ലെങ്കിൽ നാളെ. അങ്ങനെ സ്ഥലം വിട്ട് തെണ്ടി തിരിഞ്ഞ് അങ്ങനെ അലയ്യ. ഭക്ഷണം ഉണ്ടോ? ഇല്ല. വെള്ളം ഉണ്ടോ? ഇല്ല. ഇല്ലേ? ഉണ്ട്. അങ്ങനെ യാത്ര ചെയ്യാം. അങ്ങനെ നടന്ന് ഹിമാലയത്തില് ഋഷികേശിലെത്തുമ്പോ കാലെല്ലാം ആകെ പഞ്ചറ. എവിടെയെങ്കിലും ഒന്ന് വിശ്രമിച്ചേ മതിയാവും. അങ്ങനെ നടക്കുമ്പോ ശിവാനന്ദ ആശ്രമം ബോർഡ് കണ്ടു, ഡിവൈൻ ലൈഫ് സൊസൈറ്റി. നേരെ കയറി. അവിടുത്തെ സ്വാമിജിക്ക് വലിയ ഇഷ്ടമായി. 3-4 ദിവസം എനിക്ക് താമസിക്കാനുള്ള അനുവാദം തരണം. അവർ പറഞ്ഞു, മോൻ 3 അല്ല, എത്ര ദിവസം വിളിച്ച് അവിടെ താമസിച്ചു. അങ്ങനെ റൂം. എങ്ങോട്ടാ പോണത്? ഞാൻ ബദരീനാഥത്തിലേക്ക് പോവാ. ശരി, വിശ്രമിച്ച് ക്ഷീണമൊക്കെ മാറിയിട്ട് പറയാൻ മതി. അങ്ങനെ അവിടെ കൃത്യസമയത്തിന് ഭക്ഷണം, ഉറക്കം ഒക്കെ. അപ്പൊ നമുക്ക് തന്ന അതേ റൂമിൽ ഒരു സ്വാമിജി ഉണ്ട്. നല്ല പ്രായമുള്ള ഒരു സ്വാമിയാ. അന്ന് ഈ ശരീരത്തിന് എത്ര വയസ്സുണ്ടാവും എന്നാ പറയേണ്ടത്? ഒരു 22 വയസ്സുണ്ടാവുമായിരിക്കും. അത്രേ ഉണ്ടാവുള്ളൂ. അത്ര മതിയല്ലോ അല്ലേ? അത്ര മതി, 22 മതി. 22 വയസ്സുണ്ടാവും. അപ്പോൾ വളരെ പ്രായമുള്ളൊരു സ്വാമിജിയാണ്. അപ്പൊ ഞാൻ സന്യാസി അല്ല കേട്ടോ, അത് ശ്രദ്ധിക്കുക. പക്ഷേ കാഷായ വസ്ത്രം എടുത്തു. അത് ഒരമ്മ പറഞ്ഞിട്ടാണ് മാറ്റിയത്. ഗോകർണത്ത് വലിയൊരു തപസ്യായിട്ട് അമ്മ ഉണ്ടായിരുന്നു. ഓ, അറിവിന്റെ നിധിയായിരുന്നു. ആ അമ്മ ചോദിച്ചു, നീ തെണ്ടിയല്ലടാ? അതെ, തെണ്ടികൾ വെള്ള വസ്ത്രം എടുത്ത് കണ്ടാൻ പാടില്ല, കാവ്യം എടുത്തോ. അപ്പൊ അമ്മയോട് ചോദിച്ചു, അമ്മേ, സന്യാസം സ്വീകരിക്കാതെ കാവ്യം എടുക്കാൻ പാടുണ്ടോ? അപ്പൊ അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോളൂ, കാവ്യ കളർ എടുത്തോളൂ, അതിന് ദോഷമില്ല. എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല ഈ പറഞ്ഞത്. അപ്പൊ ഇത് കാവ്യ കളറാണോ? ഇത് കാവ്യ കളർ അല്ല, ഇത് കാവ്യ മണ്ണ്. മനസ്സിലായില്ല? ഇത് കാവ്യ മണ്ണ് നോക്കിയത്, ഇത് കാവ്യ കളറല്ല, ഇത് കാവ്യ. അത് എടുക്കാൻ പാടില്ല, അത് ഗുരുനാഥൻ സന്യാസ ദീക്ഷ തന്നാലേ പാടില്ല. അപ്പൊ അതുവരെ കാവ്യ കളർ എടുത്തോളൂ. അങ്ങനെ അമ്മയുടെ ഉപദേശം അനുസരിച്ച് ഗോകർണം കടലിന്റെ വെള്ളത്തിൽ കാവ്യ കളർ മേടിച്ച് മുക്കി ഉടുത്തിട്ടാണ് ബാക്കി നടത്തുമൊക്കെ. അപ്പൊ കാവ്യ വസ്ത്രം. അപ്പൊ ഈ പ്രായമുള്ള സ്വാമിജി ഋഷികേശിന് ചോദിച്ചു, സ്വാമി, നിങ്ങൾക്ക് ന്യൂമറോളജിയെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞു, ന്യൂമറോളജിയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അറിയാത്തതിനെ കുറിച്ച് എങ്ങനെ അഭിപ്രായം പറയുക? എന്നാ ഒരു സംഖ്യ പറയൂ. എന്തോ ഒരു സംഖ്യ പറഞ്ഞു. അദ്ദേഹം 2-3 മിനിറ്റ് എന്തൊക്കെയോ കണക്ക് കൂട്ടി ഓടി വന്ന ഒരൊറ്റ നമസ്കാരം. ഞാൻ അദ്ദേഹത്തെ പിടിച്ചു മാറ്റി. എന്താ അങ്ങ് ചെയ്യുന്നത്? അങ്ങ് സന്യാസിയാണ്, ഞാൻ സന്യാസി അല്ല, അങ്ങ് എന്നെ നമസ്കരിക്കുകയെ പാടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടാണ് നമസ്കരിച്ചത്, അറിയാണ്ട് നമസ്കരിച്ചതല്ല.
അവന് പാടില്ല, അത് സമ്പ്രദായത്തിന് യോജിക്കുന്നതല്ല, അങ്ങൊരു സന്യാസിയാണ്, ഞാൻ സന്യസിച്ചിട്ടില്ല, ഞാനിങ്ങനെ തട്ടി നടക്കുമ്പോൾ ഈ കാവ്യം കൊടുത്ത് തൊട്ടണോന്നേ ഉള്ളൂ ശാപ്പാട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആരാണ്? ഉത്തരഭാരതീയനാണ്. അദ്ദേഹത്തിന് കേരളത്തിൽ അദ്ദേഹം വന്നിട്ടില്ല. ഇനി വന്നു വെച്ചാൽ ഏതോ സ്ഥലത്ത് ഏതോ വീട്ടിൽ ജനിച്ചൊരു കുട്ടിയെ കുറിച്ച് അറിയോ? ഇല്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിപ്പോ എങ്ങോട്ടാ പോണത്? ഞാൻ ബദരീനാഥിലേക്കാ. എത്തില്ല. നിങ്ങൾ ബദരിയിൽ പല പ്രാവശ്യം പോകും, പല പ്രാവശ്യം നിങ്ങൾ ബദരി പോകും, പക്ഷെ ഇപ്പൊ പോകില്ല. ഇപ്പൊ നിങ്ങൾ എത്തുക ഗുജറാത്തിലാ. ഞാൻ വിചാരിച്ചു ഇയാൾക്ക് ഭ്രാന്തുണ്ട്. ഹിമാലയത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഹിമാലയത്തിൽ നിന്ന് ബദരിയിലേക്ക് നടന്നു പോണ ആളോട് പറയാ നിങ്ങൾ ഗുജറാത്തിലാണ് എത്തുക. ഗുജറാത്ത് എവിടെ കിടക്കണോ? ബദരി എവിടെ കിടക്കണം? നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ല അല്ലേ? വേണ്ട. പിന്നെ ഞാൻ നിങ്ങളെ നമസ്കരിച്ച എന്താന്ന് പറയാം. അതേ പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ വലിയ വേദാന്ത പണ്ഡിതനായിരുന്നു. ഒരു ഭാഗത്ത് കുടുംബത്തോടുള്ള അറ്റാച്ച്മെന്റ്, പത്നിയോട് മക്കളോട് ഉള്ള അറ്റാച്ച്മെന്റ്, മറ്റൊരു ഭാഗത്ത് സന്യസിക്കണം 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 എന്നുള്ള ആ ഒരു ത്വര. ഇത് രണ്ടിൻ്റെ നടുക്ക് നേറി നേറി മരിച്ചതാണ്. ആ ജീവനാണ് നിങ്ങളായിട്ട് വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അതേ കുടുംബത്തിൽ വന്ന് ജനിച്ചത്. നിങ്ങൾക്ക് 2 വർഷത്തിനുള്ളിൽ സന്യാസ ദീക്ഷ ലഭിക്കും. ഇത് കേട്ടപ്പോൾ അത്ഭുതമായി. കാരണം ഇദ്ദേഹം വേദാന്തിയായിരുന്നു എന്ന് എനിക്കറിയാം. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ കാലത്തെ പുസ്തകം ഭാഗവതത്തിന്റെ സാരം മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ടെക്സ്റ്റ് ബുക്കായി. മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ടെക്സ്റ്റ് ബുക്ക് ആവേണ്ട ജാതി ഗ്രന്ഥം എഴുതിയ ആളാണ് അദ്ദേഹം. അത്രയും വലിയൊരു പണ്ഡിതനാണെന്ന് അർത്ഥം. ആ പുസ്തകത്തിന്റെ പേര് ഗോപാലകൃഷ്ണൻ. തലശ്ശേരി ബാറിൽ വളരെ പ്രസിദ്ധനായൊരു അഡ്വക്കേറ്റായി. ഇതൊന്നും കഥ പറയുന്നതല്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കൂടാതെ നിങ്ങൾക്കിത് ബോധ്യാവൂട്ടോ എന്നും പറഞ്ഞു. ശരി. ഞങ്ങൾ പിരിഞ്ഞു. ഞാൻ ബദരിയിലേക്ക് നടന്നു. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പൊ ഈ അനുഭവം ഇല്ല കേട്ടോ. ആദ്യകാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ സമൂഹത്തിൽ വേദാന്തം പഠിപ്പിക്കാനും പ്രസംഗിക്കാനൊക്കെ തുടങ്ങിയത് 1990 ജൂലൈയിൽ കേരളത്തിൽ തിരിച്ചു വന്ന ശേഷം. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയോ വേദികളിൽ പലരും സംശയം ചോദിക്കുമ്പോൾ ഉത്തരം പറയുമ്പോൾ ചില മന്ത്രങ്ങളൊക്കെ ആണ് ഉദ്ധരിക്കും. അയ്യടാ ഞാൻ പഠിക്കാത്തത് പറഞ്ഞല്ലോ, തെറ്റാവുമോ എന്ന് സംശയിക്കും. പിന്നെ നോക്കുമ്പോൾ അത് കറക്റ്റായിരിക്കും. ഇപ്പൊ സ്വയം ഈ ജന്മത്തിൽ പഠിച്ചിട്ടില്ലാത്തത് പറയണമെങ്കിൽ അത് എവിടുന്ന് വന്നു? വെക്കാത്തത് വരില്ലല്ലോ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് യാതൊരു സംശയവും ഇല്ല, പൂർവജന്മം ഉണ്ട് എന്നുള്ളത് പറയാം. ഇതൊന്നും എല്ലാ വേദിയിലും പറയില്ല കേട്ടോ. നിങ്ങൾ അത്രയും ഒരു ഒന്നെന്ന രീതിയിൽ ചോദിച്ചത് കൊണ്ടാണ് ഇതൊക്കെ പങ്കുവെച്ചത്. ഇതൊന്നും പുറത്ത് പറഞ്ഞേക്കരുത് ആരും പോയിട്ട്. അയ്യ അതൊക്കെ പറഞ്ഞ കഥ പിന്നെ നീണ്ടു പോകും. നല്ല എങ്ങനെ ഗുജറാത്തിലെത്തി? ബദരി പോയിട്ട് ബദരിയിൽ എത്തിയില്ല. ഗുജറാത്തിൽ എങ്ങനെ എത്തി? ദേവപ്രയാഗയിൽ നിന്ന് വഴി തെറ്റി. ദേവപ്രയാഗയിൽ നിന്ന് വഴി തെറ്റി നടന്ന് ഉത്തരകാശിയിലെത്തി. ബദരി പോണ്ട ആള് ഉത്തരകാശിയിലെത്തി. ഉത്തരകാശിയിലെത്തിയപ്പോ നേരെ സൗമ്യകാശീശ ക്ഷേത്രത്തിൽ പോയി. അവിടെ മുഴുവൻ സാധുക്കള് കഞ്ചാവ് വലിച്ചിട്ടുള്ള അതിന്റെ കൂട്ടത്തിലേക്കാണ് എത്തിയത്. വലിയ വിഷമമായി. ഇന്നാഞ്ചാ വിഷമം തോന്നില്ല. അന്ന് ചിദാനന്ദപുര സ്വാമി അല്ലല്ലോ. ആ ഒരു പരിവർത്തനത്തിന്റെ ഘട്ടമല്ലേ. അപ്പൊ വലിയ വിഷമം തോന്നും. ഇന്നാഞ്ചാ അവനവിടെ വിളിച്ചോട്ട് എനിക്കെന്താന്ന് തോന്നുന്നു. അന്ന് അതെല്ലാം ആകെ സങ്കടമായി. ഞാൻ ഇത്രയും നടന്ന് കഷ്ടപ്പെട്ട് എത്തിയത് ഈ കഞ്ചാവിന്റെ നടുക്കിലേക്കാണല്ലോ. സാരല്ല. എങ്ങനെയോ അന്ന് സൗമ്യകാശീശ ക്ഷേത്രത്തിൽ കഴിച്ചു കൂട്ടി. പിറ്റേന്ന് രാവിലെ ഭിക്ഷ എടുക്കാൻ പോയി. എവിടെയാ ഭിക്ഷ എടുക്കാന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഭിക്ഷയ്ക്ക് പോകുന്ന സാധുക്കൾക്കൊക്കെ പാത്രമുണ്ട്. തൂക്കുപാത്രം, സ്റ്റീൽ പാത്രം, എന്തെങ്കിലുമൊക്കെ പാത്രമുണ്ട്.
നമ്മളടുത്ത് പാത്രമൊന്നുമില്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറാ, അത് കേട് വരുമ്പോൾ വേറെ ഒന്ന് സംഘടിപ്പിക്കും. അങ്ങനെയാണ് യാത്ര. അപ്പോൾ ഇതിലേക്ക് കുറേ ചപ്പാത്തിയൊക്കെ അങ്ങോട്ട് ഇട്ടപ്പോൾ അതങ്ങോട്ട് പൊട്ടിപ്പോയി, കുറച്ച് പഴകിയിരുന്നു. പൊട്ടി നേരെ താഴെ നിലത്ത് വീണു. അപ്പൊ നിലത്ത് വീണപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന സന്യാസിമാരിൽ ഒരാൾ പറഞ്ഞു അയ്യോ എന്ന്. എന്താ അർത്ഥം? മലയാളിയാണ്. അയ്യോ എന്ന് മലയാളിയെ പറയുള്ളൂ. അപ്പൊ ഞങ്ങൾ പരിചയം. അയാൾ ചോദിച്ചു, മോൻ നിങ്ങൾ എന്താ സ്വാമി, നിങ്ങളെ എന്താ ഒരു പാത്രം പോലും ഇല്ലാത്തത്? പാത്രമൊന്നും ഇല്ലാന്ന്, ഇത് തന്നെ വലിയ പാത്രമല്ലേ? കാണിച്ചു കൊടുത്തു. ഈ വയറെന്ന പാത്രമല്ലേ, വേറെന്ത് പാത്രം? അതിരിക്കട്ടെ, നിങ്ങളെ പരിപാടി എന്താ? ഞാന് ബദരി പോകാനാ വിചാരിച്ചിരുന്നത്, ഭഗവാൻ എത്തിച്ചത് ഉത്തരകാശിയില. അപ്പൊ ഇനിയിപ്പോ ഒറ്റ ആഗ്രഹമുണ്ട്, ഗംഗാ തീരത്ത് തപസ് ചെയ്ത് കഴിയണം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ വളരെ ചെറുപ്പല്ലേ? വളരെ ചെറുപ്പക്കാരനാണ്. രണ്ട്, കണ്ടിട്ട് കുറച്ച് പഠിച്ച ആളാന്ന് തോന്നുന്നുണ്ട്, കുറച്ച് കോളേജ് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ പോയിട്ട് ഒരു ഗുരുനാഥന്റെ കീഴിൽ പഠിച്ചൂടെ? ഞാൻ പറഞ്ഞു, ഞാൻ പോയില്ല. ആശ്രമമൊക്കെ തട്ടിപ്പിന്റെ കേന്ദ്രങ്ങളാണ്. സന്യാസിമാരെന്ന് പറഞ്ഞാൽ കള്ളന്മാരാണ്. സത്യം പറഞ്ഞാൽ തമാശയല്ല. സന്യാസിമാരെന്ന് പറഞ്ഞാൽ കള്ളന്മാരാണ്. ആശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ തട്ടിപ്പിന്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ സന്യാസിയുടെ ഏതെങ്കിലും ഒരു കുടി കിട്ടിയാൽ അവിടെ തപസ് ചെയ്ത് ചെയ്യാം. അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ കാര്യം ചെയ്യാം, ഗംഗയുടെ തൊട്ട് തീരത്ത് ഒരു കുടി ഒഴിയാനുണ്ട്, ഒരാഴ്ച കഴിച്ചാൽ അതിന്റെ താക്കോൽ എൻ്റെ അടുത്താ. ആ കുടിയെ നിങ്ങൾക്ക് എടുക്കാം, എത്ര കാലം വേണമെങ്കിലും അവിടെ താമസിക്കാം, ആരും നിങ്ങളെ ഇറക്കി വിടില്ല, ഞാനിവിടെ ഉള്ള കാലത്തോളം. കാരണം അതിൻ്റെ കൈകാര്യം ഞാനാണ്. പക്ഷെ ഒരാഴ്ച കഴിയണം. അവിടെ ഒപ്പം ഒരാളുണ്ട്, അയാൾ 7 ദിവസം കഴിഞ്ഞിട്ടേ പോകും. ഓ സന്തോഷമായി, ഗംഗാതീരത്ത് തപസ് ചെയ്യാൻ സ്ഥലം കിട്ടുക പറഞ്ഞാൽ പിന്നെ എന്താ വേണ്ട? അപ്പൊ അത്രയും ദിവസം എന്ത് ചെയ്യും? ഞാൻ അവിടെ കഴിഞ്ഞോളാം. അത് വേണ്ട, ഇവിടെ വിഷമം. പിന്നെന്താ ചെയ്യാ? ഇവിടെ ചിന്മയ മിഷനിൽ ഒരു കുക്കിനെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് പാചകം ചെയ്യാൻ അറിയോ? അസലായിട്ട് അറിയാം, എല്ലാം പാചകം ചെയ്യും. പക്ഷെ ഒറ്റ ദോഷമുണ്ട്, കേരള പാചകം അറിയില്ല. കേരള ശൈലിയിലുള്ള കറികളും ഒക്കെ അറിയുള്ളൂ. അതന്നെയാ വേണ്ടത്. ഇവിടുത്തെ ബ്രഹ്മചാരി മലയാളിയാ. അപ്പൊ നിങ്ങളെ ഞാൻ അവിടെ കൊണ്ടാക്കാം. പക്ഷെ ഒരു ചെറിയൊരു തട്ടിപ്പ് ചെയ്യണം. എന്താണ്? ഒരാഴ്ച കഴിഞ്ഞാൽ പോകുന്നു പറഞ്ഞേക്കരുത്. പറഞ്ഞാൽ അവർ ജോലിക്ക് എടുക്കില്ല. മനസ്സിലായില്ല? അവരൊരു കുക്കിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു കുക്കിനെ കിട്ടി, കുക്ക് ഒരാഴ്ചയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അയാളെ ജോലിക്ക് എടുക്കില്ല. അപ്പൊ അതൊരു തെറ്റല്ലേ? അല്ല, കള്ളത്തരം പറയണ്ട. ഒരാഴ്ച കഴിഞ്ഞാൽ പോകുന്നു പറയണ്ടല്ലോ. പിന്നെ പൈസ വാങ്ങാതിരുന്നാൽ പോരെ, എന്നാ പ്രശ്നമല്ലല്ലോ. ശമ്പളം തരും, ശമ്പളം തന്നാ വാങ്ങാതിരിക്കുക. എനിക്കെന്തിനാ ശമ്പളം? അങ്ങനെ ചിന്മയാ മിഷൻ കുക്കായിട്ട് കഴിച്ചു. വലിയ സന്തോഷമായി. കാരണം എന്താ? തപോവനസ്വാമികൾ തപസ്സിരുന്ന സ്ഥല, അതിൽപ്പോ എന്താ വേണ്ടത്? അങ്ങനെ അവിടെ കുക്കായി ചേർന്നു. പിറ്റേന്ന് അവിടെ ഒരാൾ വരികയാണ്. അദ്ദേഹത്തിന്റെ പേര് പ്രഭാകരൻ നമ്പൂതിരി. ആരായി പ്രഭാകരൻ നമ്പൂതിരി എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് പോയ ആളാട്ടോ. ഇനി അദ്ദേഹത്തിന്റെ വല്ല ബന്ധുക്കളോ പരിചയക്കാരായിട്ടോ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അറിയോ? അതെ, ഇപ്പൊ സന്യാസിയാണ്, സ്വാമി വസിഷ്ഠാനന്ദൻ. ആർക്കെങ്കിലും അറിയോ ഈ കൂട്ടത്തിൽ? കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ അടുത്താണ് അദ്ദേഹത്തിന്റെ ഇല്ല. ചിന്മയ മിഷനിൽ ബ്രഹ്മചാരിയായി ചേർന്നു. ചിന്മയ മിഷനിൽ ബ്രഹ്മചാരിയായി ചേർന്ന് പിന്നീട് ഒരു സ്ത്രീയായിട്ട് പ്രേമായി. ചിന്മയാൻ സ്വാമികൾ കല്യാണം നടത്തി കൊടുത്തു. എല്ലാ കാര്യങ്ങളും ചിന്മയാൻ സ്വാമി ചെയ്തു. പക്ഷെ ആ കല്യാണം നിലനിന്നില്ല, ഡൈവേഴ്സായി. പിന്നെ അദ്ദേഹം ആശ്രമങ്ങൾ തോറും സഞ്ചരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് എന്തോ ഒരു ആവശ്യത്തിന് ഹരിദ്വാറിൽ വരണം. ഹരിദ്വാറിൽ വന്നപ്പോൾ ആരോ പിടിച്ചു വലിക്കണ പോലെ ഉത്തരകാശി പോകണമെന്നൊരു തോന്നല്. അങ്ങനെ ഉത്തരകാശിയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം താമസിക്കുക തപോവൻകുടിയിലാണ്. അങ്ങനെയാണ് ഞങ്ങൾ പരിചയമായത്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ കുക്കൊക്കെ ആയി നിൽക്കണത്? നിങ്ങൾക്കൊരു സന്യാസിയുടെ കീഴിൽ ഒരു ആശ്രമത്തിൽ പോയി പഠിച്ചൂടെ?
അപ്പൊ വലിയ വീരിയാണല്ലോ, ചെറുപ്പമൊക്കെ അല്ലേ. ഏയ് ഞാൻ പോയില്ല, ആശ്രമമൊക്കെ തട്ടിപ്പിന്റെ കേന്ദ്രമാണ്, സന്യാസിമാരൊക്കെ കള്ളന്മാരാ. അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്താ ഒന്നല്ല രണ്ട് ചോദിച്ചോളൂ. നിങ്ങൾക്ക് കള്ളനല്ലാത്തൊരു സന്യാസി ആയിക്കൂടെ? രണ്ടാമത്തെ ചോദ്യം, തട്ടിപ്പിന്റെ കേന്ദ്രമല്ലാത്ത ഒരാശ്രമം നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ? ഈ രണ്ട് ചോദ്യം വല്ലാതെ ഉള്ളിൽ കടന്നു. ശരിയാണല്ലോ. പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ റെഡി. അദ്ദേഹം പറഞ്ഞു, വാ എൻ്റെ കൂടെ. ടിക്കറ്റൊക്കെ അദ്ദേഹത്തിന്റെ വക, നേരെ ഗുജറാത്തിലേക്ക്. ഗുജറാത്ത് മെഹമ്മദാബാദ് മാധവാനന്ദ ആശ്രമത്തിൽ ഒരു സന്ധ്യക്ക് എത്തി. സ്വാമിജി സന്ധ്യക്ക് വാതിൽ അടച്ച സമയ, വാതിലിൽ മുട്ടി. അതെ, സ്വാമിജി വാതിൽ തുറന്നപ്പോ ഞങ്ങൾ രണ്ടുപേരാ. ഒന്ന് ചോദിച്ചു, ആരാ? സ്വാമിജി, ഞാൻ ഇവിടത്തേക്ക് ഒരാളെ കൊണ്ടുവന്ന് തന്നിരിക്കുക, സ്വാമിയുടെ കൂടെ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓ, സന്തോഷായി. എന്താ പേര്? പേര് ഞാൻ സ്വയം വിളിക്കണത് സ്വാമി രാമകൃഷ്ണദാസനാണ്. അത് കുറച്ച് വലിയ പേരല്ലേ, അത് മാറ്റാം നമുക്ക്, സ്വാമി ചിദാനന്ദാന്ന് മതി. ഓ ശരി, അങ്ങ് പറയണ പോലെ. അങ്ങനെ സ്വാമി രാമകൃഷ്ണദാസ് പോയി. പിന്നെ ആരായി? ചിദാനന്ദപുരി ആയിട്ടില്ല, സ്വാമി ചിദാനന്ദയായി. പിന്നീട് ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് സംസ്കാരം ചെയ്യുന്നത്, സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത്. അപ്പോൾ സ്വാമി ചിദാനന്ദപുരിയായി. അതാണ് ചോദ്യത്തിന് ഉത്തരം. അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ കാത്തി എന്തൊക്കെയായി. എന്റെ അത് പല പേരുണ്ട്. കോങ്കണ്ണൻ, ഒരു കൂട്ടർ കോങ്കണ്ണൻ എന്ന് പറയും. വേറെ കൂട്ടർ വേറെ പേര് വിളിക്കും, വേറെ കൂട്ടർ വേറെ പേര് വിളിക്കും. എന്തൊക്കെ പേരാ വിളിക്കുക. അച്ഛനൊരു പേര് വിളിക്കും, അമ്മ വേറെ പേര് വിളിക്കും. 100 പേരാ. പിന്നെ സഹസ്രനാമങ്ങൾ ഉള്ള ആൾക്ക് പിന്നെ 100 പേരുണ്ടായാലും എന്താ കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ല. അതുകൊണ്ട് ഇന്ന് ഞാനായിരിക്കുക, അന്ന് ഞാൻ തന്നെയായിരുന്നു, നാളെ ഞാൻ തന്നെ. അത് മനസ്സിലാക്കിയ സന്തോഷമായിട്ടിരിക്കുക. ശരി, നമുക്ക് തൽക്കാലം ഉപസംഹരിക്കാം. 2 സംശയങ്ങൾ കൂടി സ്വാമിജി, പറ്റുമെന്നറിയില്ല. സമയം 7 മണിക്ക് അവിടെ സമയമുള്ളതാണ്. അത് അവിടുന്ന് പറയാന്ന് പറഞ്ഞാൽ സമയത്തിന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ വർഷാവർഷം വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ പുണ്യക്ഷേത്രങ്ങളായ ഗുരുവായൂർ, ശബരിമലയും. എന്നാൽ ഈ ഭക്തരോട് സനാതനധർമ്മത്തെ പറ്റിയും ഹൈന്ദവതയെ പറ്റിയും ദേശീയതയെ പറ്റിയും സംസാരിച്ചാൽ വളരെ എതിർപ്പാണ് കാണുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിലെ പരിതാപകരമായ അവസ്ഥയല്ലേ? നമ്മുടെ നാട്ടിലില്ലായ്മയാണ്, വേറെ ഒരു മറുപടിയില്ല. അതിന് വേറെ ആരെയും കുറ്റം പറയരുത്, ഒരാളെയും കുറ്റപ്പെടുത്തരുത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക. ഹിന്ദു സമാജത്തിന് നട്ടലില്ലാതായി പോയതാണ് ഇതിനൊക്കെ കാരണം. അതിന് ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കായകൽപ്പ ചികിത്സ നട്ടലൊന്ന് നേരെയാക്കാൻ നോക്കുക, അതേ വഴിയുള്ളൂ, വേറെ ഒരു വഴിയില്ല. പിന്നെന്താ പരിഹാരം? ഓഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് അക്കൗണ്ടുകൾ ഒരു രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പറിൽ ദേവസ്വം ബോർഡ് പബ്ലിഷ് ചെയ്യുന്നത് വരെ ഭണ്ഡാരത്തിൽ പൈസ ഇടാതിരിക്കുക. സ്വാമിയെ ശരണയ്യപ്പ എന്നൊരു കടലാസിൽ എഴുതിയിട്ട് ശബരിമല കൊണ്ടിടുക, ഓം നമോ നാരായണായ എന്ന് എഴുതിയിട്ട് ഗുരുവായൂർ കൊണ്ടിടുക, പൈസ ഇടരുത്. നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളൂ പൈസ. ഗുരുവായൂരേക്ക് കണക്കാക്കിയ പൈസ സൂക്ഷിച്ചു വെക്കുക, ശബരിമലയിലേക്ക് കണക്കാക്കിയ പൈസ സൂക്ഷിച്ചു വെക്കുക. എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാണോ ഗവൺമെന്റ് ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റിംഗ് പൂർത്തിയാക്കിയിട്ട് രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പറിൽ ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണത് അന്ന് അതുവരെ മണ്ണാരത്ത് പൈസ ഇടാതിരിക്കുക. അതാണ്. ശരി, സന്തോഷം. ഒരേ കടലാസ് ഉണ്ട്, ഇവിടെ മാറ്റി വെക്കുക. ശരി. നന്ദി സ്വാമിജി. ഈ സ്വാമിജിക്ക് ദക്ഷിണസമർപ്പണമാണ്. ശ്രീ മൂകാംബിക ബാലിക സംഘത്തിന്റെ ആദ്യ സമിതി രക്ഷാധിക ഭവാനി കുട്ടികൃഷ്ണൻ സ്നേഹം. അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി.
ആ അതെ അതെ ആ അതെ എല്ലാവർക്കും പ്രസാദമുണ്ട്. അത് കഴിച്ചതിന് ശേഷം മാത്രമേ പോകാൻ വേണ്ടി പോകുള്ളൂ. അയ്യോ പ്രസാദം അടുത്ത തന്നെ സ്വാമിജിന്റെ പ്രഭാഷണം